പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ബെൻസി റെജിയാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മളൊരു പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ബെൻസി റെജിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. സിസ്റ്ററെ, അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? പ്രൈസ് ലോർഡ് പാസ്റ്റർ. എൻ്റെ പേര് ബെൻസി റെജി. ആദ്യമായിട്ട് ഈ അരോമ ടി വി ചാനലിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഒത്തൊരുമിച്ചായിരിക്കാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഭാഗ്യമൊരുക്കി തന്നു സ്തോത്രം ചെയ്യുകയാണ്. എൻ്റെ പേര് ബെൻസി റെജി. ഞാനിപ്പോൾ കുടുംബമായിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും ഷാർജയിലായിരിക്കുന്നു. ഇവിടെ കർത്താവിൻ്റെ വേലയിലും അതുപോലെ തന്നെ അച്ഛൻ ചെറിയൊരു ജോലി ചെയ്യുന്നുണ്ട്. ജോലിയും കർത്താവിൻ്റെ വേലയുമായിട്ട് ഈ ദേശത്തായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പരിചയപ്പെടുത്തൽ വളരെ സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുടർമാനമായി സംസാരിക്കാം. ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ളതായ നല്ല അനുഭവങ്ങൾ, ഓർമ്മക്കുറിപ്പുകൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് തുടർന്ന് സംസാരിക്കുന്ന അവസരത്തിനായി ക്ഷണിച്ചുകൊള്ളും. ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി കർത്താവ് യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇങ്ങനൊരു അവസരം ജീവിതത്തിൽ ഒരുക്കി തന്നോർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസൻ എന്നെ വിളിച്ച് ഈ വിവരം പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം ഉണ്ടാവാൻ ഇടയായി തീർന്നു. ദൈവത്തെ ഒത്തിരി മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന സകല നന്മകൾക്കുമായി കർത്താവിനെ നന്ദിയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. നമ്മൾ വചനം പഠിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെയും പഠിക്കുമ്പോൾ ഒത്തിരി അത്ഭുതങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവവചനത്തിലും ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികളെ നമ്മൾ സാക്ഷീകരിക്കുന്നുണ്ട്, നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം നോക്കുകയാണെങ്കിൽ ഭൂമിയെയും ആകാശവും ഭൂമിയൊക്കെ ദൈവം സൃഷ്ടിച്ചു, അതൊരു സാക്ഷ്യമാണ്. പുറപ്പാട് പുസ്തകത്തിൽ വരുമ്പം ദൈവം ചെങ്കടലിനെ വിഭാഗിച്ച് മിസ്രൈമിൽ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ നമുക്കറിയാം. സ്ത്രീയുടെ മരിച്ച മകനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പുതിയ നിയമത്തിൽ വരുമ്പോൾ സുവിശേഷങ്ങളിൽ പ്രത്യേകിച്ച് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ഒത്തിരി അത്ഭുതങ്ങൾ, രോഗസൗഖ്യങ്ങളൊക്കെ ജനത്തിന് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിന്മേൽ ഒത്തിരി അനുഗ്രഹവും വിടുതലും ഇന്ന് അനേകർക്ക് അത് വിടുതലുമായി തീരുവാൻ കർത്താവ് സഹായിക്കുന്നു. ഞാൻ ഈ അരോമ ടി വി ചാനൽ യൂട്യൂബ് നോക്കിയപ്പോൾ തന്നെ കർത്താവ് ദാസൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാനിടയായിരുന്നു. അതിനകത്ത് ഒത്തിരി വിടുതലിന്റെ സാക്ഷ്യങ്ങൾ കേൾപ്പാനിടയായിരുന്നു. ഞാൻ അന്നേരം ചിന്തിച്ച്, കർത്താവെ, ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾ ഇന്നും ദൈവത്തിന്റെ കരം കുറുകിയിട്ടില്ല, ഇന്നും ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ പ്രിയപ്പെട്ടവർക്കും ഓരോ തലത്തിലുള്ള വിടുതലുകളാണ് ദൈവത്തിന്റെ കരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കാനാവിലെ കല്യാണ വീട്ടിൽ അവിടുത്തെ ശൂന്യത ദൈവം യേശു മാറ്റി. അവിടുത്തെ മാതാപിതാക്കന്മാരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു സാക്ഷ്യമാണ് പറയാനുള്ളത്. നൈനയിലെ വിധവയുടെ മകനെ, ആ സ്ത്രീക്ക് അവരുടെ ഭർത്താവ് മരിച്ചുപോയി, ഏക മകൻ മരിച്ചു. പക്ഷെ ആ മരണത്തിൽ നിന്ന് ആ മകനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ആ വിധവയ്ക്ക് തിരിച്ചു കൊടുത്ത്, അത് ഭയങ്കര അത്ഭുതം. അതൊക്കെ നമ്മൾ ഈ വചനമൊക്കെ പഠിക്കുമ്പോൾ ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ യേശു ചെയ്ത അത്ഭുത പ്രവൃത്തി സാക്ഷ്യത്തിന് ഭയങ്കര വിലയാണുള്ളത്. ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യുന്ന അതൊക്കെ ഓർത്ത് കർത്താവ് നമ്മുടെ ജീവിതത്തിന്മേൽ ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾക്കായി സ്തോത്രം. കർത്താവ് പറഞ്ഞ ഭൂലോകത്ത് എവിടെയും ചെന്ന് ഭൂലോകമെമ്പാട് ഭൂമിയുടെ അറ്റത്തോളം ചെന്ന് എന്റെ സാക്ഷികളാവാനാണ് യേശു കർത്താവ് പറഞ്ഞത്. അതുപോലെ നമുക്കറിയാം എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തില് സാക്ഷികളുടെ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ സാക്ഷികളാവാനാ പറയുന്നത്. നമ്മൾ സാക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് സാക്ഷ്യമാണ്, നമ്മൾ അനുഭവിക്കുന്നത് സാക്ഷ്യമാണ്. ഇന്ന് പകൽക്കാലം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചെറുപ്രായം മുതൽ ഇന്ന് ഞങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന ഈ നിമിഷം വരെയും
ദൈവം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വിടുതലുകൾ ചെയ്തിട്ടുണ്ട്. അത് പ്രിയ ദൈവമക്കളുമായിട്ട് ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആമേൻ. എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന അനേകരുടെ ജീവിതത്തിൽ ഈ സാക്ഷ്യം ഒരു വിടുതലായി തീരണമെന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാ സഹായിക്കട്ടെ. ഞാൻ എൻ്റെ സ്വന്തം ദേശം എന്ന് പറയുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റില് പുനലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ സ്വന്തം സ്ഥലം എന്ന് പറയുന്നത്. അവിടെ എൻ്റെ മാതാപിതാക്കന്മാർ ദൈവസ്ഥലിൽ ചേർക്കപ്പെട്ടു. മാതാവ് ദൈവസ്ഥലിൽ ചേർക്കപ്പെട്ടിട്ട് ഇന്ന് 6 വർഷമായി. 2019 19 മെയ് 26 എൻ്റെ മാതാവ് ദൈവസ്ഥലിൽ ചേർക്കപ്പെട്ടു. 5 വർഷത്തോളമായി എൻ്റെ മാതാവ് ദൈവസ്ഥലിൽ ചേർക്കപ്പെട്ടിട്ട്. എൻ്റെ പിതാവ് ദൈവസ്ഥാനത്തിൽ ചേർക്കപ്പെട്ടു. കഴിഞ്ഞ 2023 10-ാം മാസത്തില് 25-ാം തീയതി എൻ്റെ പിതാവ് ദൈവസ്ഥാനത്തിൽ ചേർക്കപ്പെടുവാനിടയായി തീർന്നു. ഞങ്ങൾ 3 മക്കളാണ്. എനിക്ക് നേരെ മൂത്ത ഒരു സഹോദരനുണ്ട്. അവര് കുടുംബമായിട്ട് ഇപ്പോൾ നാള് ഇവിടെ ഷാർജയുടെ പ്രദേശത്ത് കർത്താവിന്റെ വേലയോടനുബന്ധിച്ചായിരുന്നു സഹോദരൻ ഇപ്പോൾ നാട്ടിലായിരിക്കുന്നു. സഹോദരൻ ഒഫീഷ്യൽ നെയിം സജയൻ ബാബു എന്നാണ്. പ്രിയ സഹോദരൻ ഒരു വർഷിപ്പ് ലീഡറാണ്. കർത്താവിന്റെ കൃപയാൽ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അവർ കുടുംബമായിട്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ക്യാമ്പസ് ക്രുസേഡിന്റെ ഒരു ഭാഗമായിട്ട് നിൽപ്പാൻ, ഹാർട്ട് പീസിന്റെ ഒരു ഭാഗമായിട്ട് നിൽപ്പാൻ കർത്താവിന്റെ ദൈവത്തിന്റെ കൃപ പ്രിയ സഹോദരനോട് കൂടെ ഇരിക്കുന്നു. അവരെയും ദൈവത്തിന്റെ ആത്മാവ് എടുത്ത് ഉപയോഗിക്കുന്നു. ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ എനിക്ക് നേരെ ഇളയ ഒരു സഹോദരനുണ്ട്. സഹോദരന്റെ പേര് ബ്ലസൻ എന്നാണ്. ഇപ്പോൾ ബ്ലസനും അവന്റെ വൈഫ് സോണിയ 2 കുഞ്ഞുങ്ങളുണ്ട് പ്രിയ സഹോദരന്. അവര് കുടുംബമായിട്ട് മസ്കറ്റിന്റെ പ്രദേശത്ത് സഹോദരി നേഴ്സാണ്, അവിടെ ആയിരിക്കുന്നു. ഞങ്ങളെ 3 മക്കളെയും ചെറുപ്രായം മുതൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ആത്മീയ നിലവാരത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ കർത്താവ് സഹായിച്ചു. എൻ്റെ മാതാവാണ് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു വഴികാട്ടി എന്ന് പറയുന്നത്. പിതാവിനെക്കാട്ടിലും വളരെയധികം ഒത്തിരി ഞങ്ങളുടെ ജീവിതത്തിൽ മാതൃകയായിട്ടും ഞങ്ങൾക്ക് വഴികാട്ടിയായിരുന്നത് ഞങ്ങളുടെ മാതാവാണ്. ഞങ്ങളുടെ മാതാവിന്റെ പ്രാർത്ഥനയും സമർപ്പണവും ഉപവാസവും രാത്രിയുടെ യാമങ്ങളിലൊക്കെ വേറിട്ടിരുന്ന മാതാവ് ഒരു കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു. ഞാൻ മാതാവിന്റെ പ്രാർത്ഥനയുടെ ഒരു ഫലമാണ് ഇന്ന് 3 മക്കളും കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോട് നിൽപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഞാൻ വിവാഹിതയാണ്. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് പാസ്റ്റർ രജി ജോൺ. ഞങ്ങള് മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി ഞങ്ങൾക്ക് കുടുംബമായിട്ട് കർത്താവിന്റെ വചനം പഠിക്കുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവിന്റെ വചനം പഠിച്ച് കർത്താവിന്റെ വേലയിലായിരിക്കാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദേശത്തും കർത്താവിന്റെ വേലയോടനുബന്ധിച്ച് ഞങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ ഞങ്ങൾക്ക് ചെയ്യുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ അച്ഛൻ ചെറിയൊരു ജോലിയുണ്ട്, സേഫ്റ്റി ഓഫീസറായി വർക്ക് ചെയ്യുന്നു. ആ ജോലിയോടനുബന്ധിച്ചുമായിരിക്കുന്നു. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ എവിടെയായിരുന്നാലും വിശ്വസ്തയോടുകൂടി തന്നെ ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അത് ഏത് സാഹചര്യത്തിലായിരുന്നാലും കർത്താവിന്റെ സന്നിധി ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. എൻ്റെ ബാല്യകാലം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഭവനത്തിൽ ഞാൻ ഒരു മകളെ ഉള്ളൂ. ഒറ്റ മകളെ ഉള്ളെങ്കിലും എൻ്റെ മാതാവ് ഒത്തിരി ഈ ലൗകിക കാര്യങ്ങളിലേക്ക് തിരിയുന്നത് എൻ്റെ മാതാവിന് ഇഷ്ടമല്ല. ചെറുപ്രായം മുതല് ദൈവവുമായിട്ട് വലിയൊരു ആത്മീയ ബന്ധം എൻ്റെ മാതാവ് എൻ്റെ ജീവിതത്തിന്മേൽ പകർത്തി തരുവാൻ ഇടയായിത്തീർന്നു. എൻ്റെ മാതാവ് ജനിച്ച് വളർന്നത് ഒരു CSI കുടുംബത്തിലാണ്. പക്ഷെ എൻ്റെ മാതാവിന് ഈ CSI ചർച്ചിൽ പോവുകയോ അവിടുത്തെ സൺഡേ സ്കൂളിൽ പോയി പഠിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ മാതാവ് ഓർമ്മ വെച്ച നാട് മുതല് എൻ്റെ മാതാവ് കലയൂരം ദൈവസഭയില് ചർച്ച പോളിനുള്ള ബന്ധത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് എല്ലാ ഞായറാഴ്ച അവിടുത്തെ സൺഡേ സ്കൂളിൽ പോവുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത ഒരു നിമിഷങ്ങളുണ്ട്. ആ ഒരു ജീവിതമാണ് എൻ്റെ മാതാവ് വിവാഹം കഴിഞ്ഞും ആ മാതാവിനുണ്ടായ മക്കൾക്കും പകർന്നു കൊടുക്കാൻ ഇടയായിട്ടുണ്ട്. എൻ്റെ ചെറുപ്രായം മുതല് കർത്താവിനെ അറിയുവാനും ദൈവസന്നിധി ഉപസിപ്പാനും പ്രാർത്ഥിപ്പാനൊക്കെ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. എൻ്റെ 4ാമത്തെ വയസ്സ് മുതല് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതല് എൻ്റെ മാതാവ് എന്നെ ഉപവസിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. എനിക്കന്ന് ഉപവാസം എന്തുവാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഉച്ചവരെ എൻ്റെ മാതാവ് എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചവരെ ദൈവസന്നിധി ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും എനിക്ക് പ്രചോദനം തന്നിട്ടുണ്ട്. ഈ പറയുമ്പോൾ തന്നെ എൻ്റെ ചെറുപ്പത്തില് ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത്,
എൻ്റെ മാതാവ് എന്നെ എനിക്ക് ജന്മം തന്ന് ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ, ഏകദേശം ഒരു 25 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു അസുഖം ഉണ്ടായി. പക്ഷെ അത് എനിക്ക് നേരിട്ട് അറിയത്തില്ല. പക്ഷെ എൻ്റെ മാതാവ് പറഞ്ഞ ഒരറിവാണ് എനിക്കുള്ളത്. 30ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേന് ഞാൻ കണ്ണ് തുറക്കത്തില്ല. ഒരു 30 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞ് എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആ പ്രായത്തില് ഒരു ദിവസം ഞാൻ പെട്ടെന്ന് കണ്ണ് തുറക്കുന്നില്ല, കരയുന്നില്ല, പാല് കുടിക്കുന്നില്ല, ഒരൊറ്റ കിടപ്പായിരുന്നു. അത് നീണ്ട ദിവസങ്ങൾ ഞാൻ കിടക്കുവാൻ ഇടയായിരുന്നു. അന്ന് കൊട്ടാരക്കര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ എന്നെ അവർക്ക് അവിടുത്തെ ഡോക്ടേഴ്സ് ഒന്നും എന്നെ ഏറ്റെടുത്തില്ല. അവിടെ നിന്നൊക്കെ എന്നെ പുറന്തള്ളാൻ ഇടയായിട്ടിരുന്നു. അന്ന് കൊല്ലം ജില്ലയിലെ ഹോസ്പിറ്റല്, അവിടെയൊക്കെയാണ് നമുക്കുള്ള ചികിത്സ. അവിടെയൊക്കെ കൊണ്ടുപോയപ്പോഴൊക്കെ ആ ഡോക്ടേഴ്സ് ഒന്നും എന്നെ ഏറ്റെടുത്ത് ചികിത്സിച്ചില്ല. കാരണം ഇത്രയും ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞാണ്, രോഗം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതുമല്ല അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അന്നത്തെ കാലഘട്ടത്തിൽ അതിനുള്ള ആ ഒരു സജ്ജീകരണങ്ങളൊന്നും ഇല്ലായിരുന്നു നമുക്ക് വിചാരിക്കാം. പക്ഷെ എന്റെ മാതാവ് പറഞ്ഞു, ഒരു ദിവസം ഒരു 10-40 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ, ഈ 40 ദിവസം ഞാൻ കണ്ണുറക്കുന്നില്ല, കരയുന്നില്ല, പാല് കുടിക്കുന്നില്ല, ഒറ്റ കിടപ്പാണ്. 40ാമത്തെ ദിവസം എന്റെ മാതാവിന്റെ പിതാവ് ഭവനത്തിൽ വരുന്ന സമയത്ത് എന്നെ വെള്ള പുതപ്പിച്ച് ഇങ്ങനെ കിടത്തിയിരിക്കുമായിരുന്നു. അന്നേരം എന്റെ വല്യപ്പച്ചൻ പറഞ്ഞു, എന്താ മോളെ നീ കാണിക്കുന്ന പറഞ്ഞു. അന്ന് എൻ്റെ അമ്മ പറയുന്നത് ഭയങ്കര മഴയായിരുന്നു. ആ മഴ സമയത്ത് എന്നെ കോരി എടുത്തോണ്ട് ആ മഴയത്ത് എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടാനിടയായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് പോയത്, ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കലൈപുരത്തുള്ള ഒരു മിഷൻ ഹോസ്പിറ്റൽ, CSIയുടെ ഒരു മിഷൻ ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്ന് എന്നെ ഡോക്ടറെ കാണിച്ചപ്പം ആ ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇത്രയും പ്രായമുള്ള ഒരു കുഞ്ഞിനെ, ഇത്ര ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ എന്തോ ചെയ്യാനാ. എന്റെ ശരീരം അങ്ങ് ഒത്തിരി ക്ഷീണിച്ച് എല്ലാം ആയിപ്പോയെന്നാ പറയുന്നത്. എന്റെ ശരീരത്തിൽ മാംസം എന്ന് പറയുന്ന ഒന്നുമില്ല. പക്ഷെ അന്ന് എന്റെ മാതാവ് പറഞ്ഞ ഒരു അനുഭവം ഇതാണ്. എന്റെ മാതാവിന് അവിടുത്തെ ഡോക്ടേഴ്സ് ഒരു ഉറക്ക ഗുളിക കൊടുത്ത് എന്റെ മാതാവിന് ഒരപ്പുറത്തെ റൂമിൽ കിടത്തിയിട്ട് അന്ന് രാത്രിയിൽ ഒരു ആ ട്രിപ്പ് ഇടുന്ന സമയത്ത് എന്റെ ശരീരത്തിൽ ഒരു വെയിനും കിട്ടുന്നില്ല. അങ്ങനെ എന്റെ കാലിന്റെ ഭാഗത്ത് ഒരു വെയിൻ കിട്ടി. അങ്ങനെ ആ കാലില് ട്രിപ്പ് കുത്തിയിടാൻ ഇടയായിരുന്നു. ഇത്ര ദിവസത്തിലെ അന്നൊരു ട്രിപ്പാണ് എന്റെ ശരീരത്തിൽ മരുന്നായിട്ട് കുത്തിവെപ്പാൻ എടുത്തത്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അന്ന് എന്റെ മാതാവ് പറഞ്ഞൊരു അനുഭവം ഇതാ. എന്റെ കിടക്കയ്ക്ക് ചുറ്റും കുറെ ദൈവദാസന്മാര്, എവിടുന്നാന്ന് അറിയത്തില്ല, ഒത്തിരി എത്ര ദേവദാസന്മാരെന്ന് എനിക്കറിയത്തില്ല, കുറെ ദേവദാസന്മാരെന്ന് എന്നോട് പറഞ്ഞുള്ളൂ. ദേവദാസന്മാര് എന്റെ കിടക്കയ്ക്ക് ചുറ്റും വന്ന് കൈ കോർത്ത് നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇടയായിരുന്നു. ആ ലോകത്തുനിന്ന് മാറ്റപ്പെടേണ്ടുന്ന ഒരു അനുഭവത്തില് ആ ദേവദാസന്മാരും എനിക്ക് ചുറ്റും നിന്ന് പ്രാർത്ഥിച്ച സമയത്ത്, പിറ്റേന്ന് പ്രഭാതത്തിൽ ആ ഡോക്ടേഴ്സ്, അവിടുത്തെ ആ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ കണ്ണ് തുറന്ന് കയ്യും കാലും ഇട്ടടിച്ച് കളിച്ചുകൊണ്ട് കിടക്കുന്ന ഒരനുഭവം, അങ്ങനെ ഒരു സാക്ഷ്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ ഇടയായിത്തീർന്നു. ചെറുപ്രായം മുതല് ഞാൻ മരണകരമായ ഒരു അനുഭവത്തിലൂടെ ഒക്കെ കടന്നുപോയപ്പം ചിന്തിച്ചിട്ടില്ല, ഇന്ന് ഇങ്ങനെ നിങ്ങളുടെ മധ്യത്തിൽ ഒരു സാക്ഷിയായിട്ട് നിൽക്കുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ, മരണകരമായ ശാരീരികമായ ക്ഷീണങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി ലോകത്തുനിന്ന് മാറ്റപ്പെട്ട് പോകുന്ന പല സന്ദർഭങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ദൈവം വിടുവിച്ച് ഇന്ന് ഭൂമിയുടെ പരപ്പിൽ നിർത്തിയിരിക്കുന്നു. അനേകർ മുൻപിൽ ഒരു സാക്ഷിയാവാൻ കർത്താവ് എൻ്റെ ജീവിതത്തിന്മേലും ഭാഗ്യം തന്നോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. പലപ്പോഴും ദൈവത്തോട് ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, കർത്താവെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ തന്നേന്ന്. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നത് എന്ന് മാത്രമാണ്. ദൈവത്തിന്റെ മുൻപിൽ സാക്ഷിയാവാന്, അനേകരുടെ മുൻപിൽ ദൈവത്തെ പരിചയപ്പെടുത്താൻ, ഈ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അനേകരുടെ മുൻപിൽ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നമ്മളെയൊക്കെ വിടുതൽ തന്ന് നമുക്ക് ഈ ഭൂമിയിൽ ദൈവം ആയുസ്സും ആരോഗ്യം തന്ന് നിർത്തിയിരിക്കുന്നതോട്ട് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചെറുപ്പം മുതല് ആത്മീയ ജീവിതത്തിന് എനിക്ക് ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ഒത്തിരി മുൻഗണന തന്ന് ഞങ്ങളെ നടത്തുവാനും പാടാനും പ്രാർത്ഥിക്കുവാനും സ്വന്തം ബൈബിൾ വായിക്കാനൊക്കെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മാതാവാണ് അതിനൊക്കെ മുൻകൈ എടുത്തത്. അതുകൊണ്ട് അന്ന് മുതല്, ചെറുപ്രായം മുതൽ ഇന്ന് ഈ നിമിഷം വരെയും ഏത് പ്രതിസന്ധിയുടെ നടുവിലും ദൈവസന്നിധി മുട്ടുമടക്കുവാൻ കർത്താവിന്റെ ആത്മാവിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. തളർന്നു പോകാതെ ദൈവം നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം
ഞാന് ഒരു ദിവസം ഞാൻ എൻ്റെ ഭവനത്തിൽ, അന്ന് നമുക്ക് ഈ മൊബൈലോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് എൻ്റെ ഭവനത്തിൽ ഒരു 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 പോസ്റ്റ്മാൻ വന്നു. പോസ്റ്റ്മാൻ വന്നപ്പം ഞങ്ങളുടെ കയ്യിൽ ഒരു ലെറ്റർ തന്നപ്പം ഞാൻ ചോദിച്ചത് ഇതെന്തോ ലെറ്ററാ. അങ്ങനെ ആ ലെറ്റർ തുറന്ന് നോക്കിയപ്പം ഞാൻ കാണുന്ന ഒരു ബൈബിൾ കോളേജിലേക്ക് ഒരു അഡ്മിഷനാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഈ ബൈബിൾ കോളേജ് ഇത് എവിടത്തെ ബൈബിൾ കോളേജാ? അപ്പം അന്നേരം പറഞ്ഞു, എൻ്റെ മാതാവ് പറഞ്ഞു, പാലക്കാട് ഒരു ബൈബിൾ കോളേജ് ഒരു അഡ്മിഷൻ എടുത്തതാണ്. പക്ഷെ ഈ അഡ്മിഷൻ എടുത്തതെന്ന് ഞാൻ അറിയുന്നില്ല. എൻ്റെ മാതാവ് മുൻകൈ എടുത്ത് ഈ അഡ്മിഷന്റെ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നെ ബൈബിൾ കോളേജിലേക്ക് പഠിക്കാനായിട്ട് വിടാൻ പോവുകയാണെന്ന്. എന്നാൽ ഞാൻ ചോദിച്ചു, എൻ്റെ മാതാവിനോട് ചോദിച്ച ഒരു കാര്യം, അമ്മ ഇത് ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള തീരുമാനം എടുത്തത്? പക്ഷെ എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞത്, ആരോട് തീരുമാനം എടുക്കാനാ? ദൈവത്തോട് ചോദിച്ചു, ദൈവം പറഞ്ഞു, ദൈവത്തിന്റെ ഹിതപ്രകാരം ഞാൻ ചെയ്തെന്ന് എന്നോട് പറയാനിടയായിരുന്നു. പക്ഷേ ആ പാലക്കാട് ബൈബിൾ കോളേജിൽ എനിക്ക് കടന്നു പോകാൻ കഴിഞ്ഞില്ല. പക്ഷെ അവിടുത്തെ അത്രയും ദൂരം കാരണം എന്നെ പറഞ്ഞു വിട്ടില്ല വെച്ചാൽ എൻ്റെ മാതാവിന്റെ പേരൻസ് ഒന്നും സമ്മതിച്ചില്ല അത്രയും. പക്ഷെ എൻ്റെ മാതാവ് പറഞ്ഞ ഇങ്ങനെയാണ്, ഒരു മലയാള മനോരമ പേപ്പറിനകത്ത് നിന്നാണ് ഈ പാലക്കാട് ബൈബിൾ കോളേജിന്റെ ഒരു അഡ്മിഷൻ ഈ പരസ്യം കണ്ട് എഴുതിയെടുക്കാൻ ഇടയായിട്ടുണ്ട്. പക്ഷെ അന്ന് തന്നെ അതിന്റെ തൊട്ട് താഴെ തന്നെ മറ്റൊരു ബൈബിൾ കോളേജിലെ പരസ്യം കണ്ട് എൻ്റെ മാതാവ്, പാലക്കാടിന് എൻ്റെ മോളെ വിടാൻ പറ്റിയില്ല, പക്ഷെ മറ്റൊരു ബൈബിൾ കോളേജിലേക്ക്, അത് മാവേലിക്കരയിലുള്ള IEM എന്ന് പറഞ്ഞ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു ബൈബിൾ കോളേജിലേക്ക് എന്നെ പഠിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. 99, 2000 കാലഘട്ടത്തിലൊക്കെ അവിടെ ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ കർത്താവിനെ സഹായിച്ചു. പക്ഷേ ചെറുപ്രായം മുതൽ കർത്താവുമായിട്ട് ആത്മീയ ബന്ധം പുലർത്തിയെങ്കിലും എൻ്റെ ജീവിതത്തിൽ പെന്തക്കോസ്ത് അനുഭവം എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും യോജിപ്പാൻ കഴിയുന്ന ഒരു അനുഭവമല്ലായിരുന്നു. എന്നോട് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ഞാൻ ഇറങ്ങുമെന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ മാതാവ് എൻ്റെ മൂത്ത ബ്രദറിനെ കർത്താവിന്റെ വേലയ്ക്ക് നേർന്ന് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി വിടാമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ മാതാവിനോട് ചോദിച്ചത്, അച്ചാച്ചനെ അല്ലേ അമ്മ സുവിശേഷ വേലയ്ക്ക് നേർന്നെ, എന്നെ അല്ലല്ലോ, പിന്നെ എന്തിനാ എന്നെ വിടുന്നതെന്നൊക്കെ ഞാൻ ചോദ്യങ്ങളുമായിട്ട് എൻ്റെ മാതാവിന്റെ മുന്നിൽ ചെന്നിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അന്നേരം ആ സമയത്ത് എൻ്റെ സഹോദരൻ ഈ അന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ക്യാമ്പസ് ക്രൂസൈഡുമായിട്ടൊക്കെ നല്ലൊരു ആത്മീയ ബന്ധം പുലർത്താൻ ഇടയായിട്ടത്. മാത്രമല്ല ആ സമയത്ത് എല്ലാവർക്കും അറിയാം, CJ മാനുവൽ എന്ന് പറഞ്ഞ ആ ഉപദേശിയുടെ ടീമില് എൻ്റെ സഹോദരൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്താണ് ഞങ്ങൾ ആ സമയം വരെ ഒരു മറ്റൊരു പശ്ചാത്തലത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് എൻ്റെ സഹോദരൻ 1998 കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ജലത്തിൽ സാക്ഷീകരിപ്പാൻ ഇടയായിത്തീർന്നു. അന്ന് സ്നാനം കഴിഞ്ഞ് എൻ്റെ സഹോദരൻ എൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പാടുകയും പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും എൻ്റെ സഹോദരൻ സ്നാനപ്പെട്ടിട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യം ഇതാണ്, അച്ചാച്ചൻ എന്താ നേടി എന്ന് ഇങ്ങനെ ഞാൻ ചോദിപ്പാൻ ഇടയായിത്തീർന്നു. അന്നേരം അച്ചാച്ചൻ മൗനമായിട്ട് നിന്നുകൊണ്ട് മുറ്റത്ത് തന്നെ നിന്നുകൊണ്ട് കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞിട്ട് ഞാൻ നേടിയെന്ന് പറഞ്ഞിട്ട് പെരക്കകത്തോട്ട് കയറാൻ ഇടയായിത്തീർന്നു. ഞാൻ ആ ചോദിച്ചതിന്റെ തോനെ നാളൊന്നും പോയില്ല. ഏകദേശം 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും അതുപോലെ ജലത്തിൽ കർത്താവിനെ സാക്ഷിയിരിക്കാൻ കർത്താവ് സഹായിച്ചു. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുമ്പോൾ ഒത്തിരി ഇപ്പോഴതൊക്കെ ഓർക്കുമ്പോൾ കർത്താവ്, ഞാൻ അറിയാതെ അന്ന് പറഞ്ഞുപോയ വാക്കുകളാണ്, സ്വർഗം ക്ഷമിക്കണേ എന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ 2001 കർത്താവിന്റെ ജലത്തിൽ സാക്ഷിയിരിക്കാൻ കർത്താവ് സഹായിച്ചു. ഞാൻ ജലത്തിൽ സാക്ഷിയിരിക്കുന്നത് ഞാനും എൻ്റെ മാതാവും കൂടെ ചേർന്നാണ് ഒരുമിച്ച് സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങാൻ ഇടയായിത്തീർന്നത്. കർത്താവിനെ ജലത്തിൽ സാക്ഷിയിരിക്കാൻ ഇടയായിത്തീർന്നത് എൻ്റെ ബൈബിൾ കോളേജിൽ പഠനം ഒത്തിരി എന്നെ മാറ്റാൻ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇടയായിത്തീർന്നു. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ വ്യക്തിപരമായ ഒരു പ്രാർത്ഥനയൊന്നും എൻ്റെ ജീവിതത്തിലായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ എൻ്റെ ഭവനത്തിൽ ഞാൻ മാറി നിന്നിട്ടില്ല. എൻ്റെ മാതാപിതാക്കന്മാരെ സഹോദരങ്ങളെ ഭവനം വിട്ട് ഞാൻ മറ്റൊരിടത്ത് രാത്രിയിലൊന്നും കിടന്ന് ഉറങ്ങാനൊന്നും പോയിട്ടൊന്നുമില്ല. ഭവനത്തിൽ തന്നെ എപ്പോഴും ഭവനമായിട്ടുള്ള ബന്ധമായിരുന്നു. ചർച്ചിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടമായിരുന്നു. പക്ഷെ വീട്ടിൽ നിന്ന് മാറി മറ്റൊരിടത്ത് പാർക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ അങ്ങനെ പോയപ്പം എന്നെ ദൈവം പഠിപ്പിക്കാൻ ഇടയായിരുന്നു. വ്യക്തിപരമാകുന്ന പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ മുതലെടുക്കുവാൻ ഇടയായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് ബൈബിൾ കോളേജിൽ പഠിക്കുമ്പം അവിടെ ഒരു പ്രെയർ ഹാളുണ്ട്. ആ പ്രെയർ ഹാളിൽ ഞാൻ കയറുന്ന സമയത്ത് ഞാൻ അവിടെ കയറിയിട്ട് അവിടെ 3 ഫാനുണ്ട്.
കാരണം ആ ഫാൻ ഇടാൻ കാരണം അതിന്റെ തൊട്ടപ്പുറത്താണ് സാറുമാരുടെ ഡൈനിങ് ടേബിൾ കിടക്കുന്നത്. അവിടെ ആരെങ്കിലും ആ സമയത്ത് സാർമാർ ആരെങ്കിലും ഒരാൾ ചായ കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഇല്ലെങ്കിൽ വെറുതെയെങ്കിലും വന്നിരിക്കുന്ന ഒരു സമയമുണ്ട്. പക്ഷെ ഞാൻ ആ സമയത്ത് പ്രെയർ ഹാളിൽ കയറിയിട്ട് ഞാൻ ഈ 3 ഫാൻ ഇടും. പക്ഷെ എനിക്ക് വലിയ രീതിയിലൊന്നും പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ലെങ്കിലും ഞാൻ ഈ 3 ഫാൻ 5-ലിട്ടിട്ട് ഞാൻ ദൈവസന്നിധിയിൽ മുട്ടുമടങ്ങി ഞാൻ കമന്ന് വീണ് ഞാൻ കരഞ്ഞിട്ടുണ്ട്. കർത്താവെ, ഞാൻ എന്റെ ഭവനത്തിൽ നിന്ന് മാറി നിൽക്കാൻ, എനിക്ക് എന്റെ അപ്പച്ചനെയും അമ്മയൊക്കെ എനിക്കൊന്ന് കാണണം. പക്ഷെ എനിക്കെന്നാ ഈ വചനം പഠിച്ച് എനിക്ക് പൂർത്തീകരിച്ച് എനിക്ക് ഇറങ്ങണം. കർത്താവ്, എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാനുള്ള കൃപ നൽകണേ. പ്രിയ അങ്ങനെ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ മറ്റൊരു തലത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരാനിടയായിത്തീർന്നു. വിശ്വാസത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ടുവരാനിടയായിത്തീർന്നു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് എന്റെ വചനം അവിടെ പഠിച്ച് പൂർത്തീകരിപ്പാനും ഗ്രാജുവേറ്റ് ചെയ്ത് 2001 ഞാൻ എന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരാൻ കർത്താവ് സഹായിച്ചു. 2001 ഞാൻ എന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്ന് ആ സമയത്താണ് ചില മാസങ്ങൾ കഴിഞ്ഞ് ഏകദേശം മാർച്ച് മാസത്തിലാണ് എനിക്ക് വിവാഹാലോചന വരുന്നത്. അന്ന് വിവാഹാലോചന വരുന്ന സമയത്തും ഒരു ദേവദാസിന്റെ ഒരു പാസ്റ്ററെ ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് അങ്ങനെയുള്ളതൊന്നും വേണ്ട, കർത്താവിന്റെ വചനം പഠിച്ച് ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞ് ബഹളം വെക്കുമായിരുന്നു. പക്ഷേ അച്ഛൻ എന്നെ വന്ന് വിവാഹം കഴിക്കാൻ എന്നെ വന്ന് പെണ്ണ് കണ്ടിട്ട് പോയ സമയത്ത് ഞാനിങ്ങനെ ദൈവത്തോട് ചോദിച്ചു, കർത്താവെ, എന്താണ് എനിക്ക് അന്നൊന്നും ദൈവം നിയോഗം എന്തോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഇങ്ങനെ, ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ എനിക്ക് അതിന്റെ മനസ്സ് നൽകണം, എനിക്ക് പൂർണ്ണ ഒരു തൃപ്തി നൽകണം. ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടത്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞാൻ അന്നൊക്കെ ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ടും ആഭരണം ഇടുമായിരുന്നു. കാരണം ഞാൻ ആ ഒരു തലത്ത് എനിക്ക് ഈ ആഭരണം ഒഴിവാക്കുന്നത് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. കാത് ഒഴിഞ്ഞു നടക്കുന്നതും കഴുത്തൊഴിഞ്ഞു നടക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് എന്നെ അച്ഛൻ വന്ന് പെണ്ണ് കാണുന്ന സമയത്ത് ഞാൻ വിവാഹം ഉറപ്പിക്കാൻ സമയമായപ്പോഴത്തേന് ഞാൻ എൻ്റെ സ്വർണ്ണമൊക്കെ ഊരി ഞാൻ എൻ്റെ മാതാവിൻ്റെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, എന്നിട്ട് ഞാൻ ദൈവത്തോട് ഞാൻ പറഞ്ഞു, കർത്താവെ, അറിയാന്ന് വെച്ചാല് എന്റെ തെറ്റാണ്, ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ടും ഞാൻ ഈ സ്വർണം ധരിച്ചത് തെറ്റാണ്, സ്വർഗം എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ദൈവസേന സമർപ്പിച്ച് ദൈവത്തിന്റെ ഹിതത്തിനായിട്ട് ഏൽപ്പിച്ച് കർത്താവിന്റെ വേലയ്ക്ക് ഞാൻ പൂർണ്ണമായി എന്നെ സമർപ്പിക്കുന്നു അപ്പാന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പാനിടയായിരുന്നു. 2001 മെയ് മാസം 24-ാം തീയതി ഞാൻ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാനിടയായിരുന്നു. എനിക്ക് എന്നെ ശുശ്രൂഷ തലത്തിലേക്ക് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസനെ തന്നെ ദൈവം എനിക്ക് കൂട്ടായിട്ട് തന്നു. എന്റെ ഇന്ന് ഈ ഒരു നിലവാരത്തിൽ എന്റെ മാതാവ് കഴിഞ്ഞില് എനിക്ക് എടുത്തു പറയാനുള്ളത് എനിക്ക് കൂട്ടായി തന്ന കൂട്ടുദാസിനെ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്റെ ശുശ്രൂഷ തലത്തിൽ. ഇന്നും എന്നെ ഒത്തിരി സഹായിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ശുശ്രൂഷയിൽ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ അച്ചായനാണെന്ന് പറയുന്നതിൽ എനിക്ക് ഒരു ലജ്ജയുമില്ല. എന്റെ അച്ഛൻ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ഒരു കൃപ ഒന്ന് മാത്രമാണെന്നത്, നിൽക്കുന്നത് കൃപയാൽ മാത്രമാണ്. അങ്ങനെ എന്റെ വിവാഹം കഴിഞ്ഞ സമയത്ത് എന്നെ അച്ഛൻ വന്ന് വിവാഹം കഴിക്കുന്ന സമയത്ത് അച്ഛൻ മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് എന്നെ ഒന്ന് വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽ, അതായത് ജൂൺ മാസം മുതൽ കർത്താവിന്റെ വചനം പഠിക്കുവാനായിട്ട് അച്ഛൻ മണക്കാല ബൈബിൾ കോളേജിൽ പോകാനിടയായിരുന്നു. എന്നാൽ പിറ്റേ ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പോൾ 2002 മുതൽ എനിക്കും അവിടെ അഡ്മിഷൻ എടുത്ത് ഞങ്ങൾ അങ്ങനെ കർത്താവിന്റെ വചനം പഠിക്കാനായിട്ട് ഒരുമിച്ച് ഗ്രാജുവേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സന്തോഷത്തോടെ കർത്താവിന്റെ വചനം പഠിക്കുവാനായിട്ട് കടന്നു പോകാനിടയായിരുന്നു. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ആത്മീയ നിലവാരത്തിൽ എനിക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുള്ള പ്രചോദനം നൽകിക്കൊണ്ടിരിക്കാനിടയായിരുന്നു. പക്ഷെ ദൈവം നടത്തിയ വിധങ്ങൾ, അന്നൊക്കെ ദൈവം ഞങ്ങളെ നടത്തിയ വിധങ്ങളൊക്കെ ഓർക്കുമ്പോൾ ദൈവത്തിനെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ആ സമയത്തും കർത്താവിന്റെ സഭാ ശുശ്രൂഷയുള്ള ബന്ധത്തിലും ഞങ്ങളായിരിക്കാൻ കർത്താവ് സഹായിച്ചു. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ ചന്ദനപ്പള്ളി എന്നുള്ള സ്ഥലത്ത് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാനൊക്കെ കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 2005 ഞങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്തതിന് ശേഷമായിട്ട് കർത്താവിന്റെ ഞങ്ങൾ 2005 ഞങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്തു കഴിഞ്ഞ സമയത്ത് ഞാനും എൻ്റെ അച്ഛനും 21 ഡേയ്സ് ഫാസ്റ്റിംഗ് ഇരിക്കുന്ന സമയത്ത് ഞങ്ങളോടൊരു ദേവദാസം വന്ന് ദൂത് പറഞ്ഞു, നിങ്ങളെ തിരുവനന്തപുരം ജില്ലയുടെ പ്രദേശത്ത് ശുശ്രൂഷയുള്ള ബന്ധത്തിൽ മാറ്റി പാർപ്പിക്കുന്നു പറഞ്ഞു. പക്ഷെ മാറ്റി പാർപ്പിക്കുന്നു പറഞ്ഞപ്പം ഞാൻ സാറാ ചിരിച്ചതുപോലെ ഞാൻ ചിരിപ്പാനിടയായിരുന്നു. ഞാൻ ചിരിച്ചതിന്റെ അർത്ഥം, കാരണം നമുക്ക് തിരുവനന്തപുരത്ത് യാതൊരു പരിചയക്കാരും ഇല്ല, എങ്ങനെ പോകും എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചു. പക്ഷെ ദൈവത്തിന്റെ സമയമായപ്പോൾ ആ വാഗ്ദത്തം ഞങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തിയേൽപ്പാനിടയായിരുന്നു.
കർത്താവിന്റെ വേരോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയുടെ പ്രദേശത്ത് നെടുമങ്ങാട് വിതുര എന്ന് പറഞ്ഞ സ്ഥലത്ത് കർത്താവിന്റെ വേരോടനുബന്ധിച്ച് ചില വർഷങ്ങൾ ഞങ്ങൾക്ക് ആയിരിക്കാൻ ഇടയായിട്ടിരുന്നു. അങ്ങനെ അവിടെ ആയിരിക്കുമ്പോഴാണ് അവിടുത്തെ ശുശ്രൂഷയുടെ അവിടുന്ന് ഞങ്ങള് കൂടാരം അഴിക്കാൻ ഞങ്ങളോട് ദൈവാത്മ പറയുന്ന സമയത്താണ് അച്ഛന് 2008 ഈ ദേശത്തേക്ക് വരുവാൻ ദൈവം ഒരു ഭാഗ്യം ഒരുക്കി തന്നു. ഈ രാജ്യത്തിലേക്ക് 2008 അച്ഛൻ വന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ ഭവനത്തില് എൻ്റെ മാതാപിതാക്കന്മാരോടൊപ്പം എൻ്റെ ഭവനത്തിലായിരിക്കാൻ ഇടയായിരുന്നു. ഇപ്പോൾ പറയുന്ന സമയത്ത് തന്നെ എൻ്റെ അച്ഛൻ്റെ വീട്ടില് എൻ്റെ അച്ഛൻ്റെ അപ്പച്ചനുണ്ട്. അമ്മച്ചി ചില മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ മെയ് മാസത്തിൽ മാതാവ് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. മാതാവ് ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു ആത്മീയ മാതാവായിരുന്നു. പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കൊക്കെ വലിയ മുൻതൂക്കം കൊടുക്കുന്നത്. ഞങ്ങൾ എപ്പോഴും പറയും, അമ്മച്ചി മാത്രം മതി ചർച്ചിനകത്ത്, അമ്മച്ചിയുടെ ആരാധന മതി, വേറെ ആരും ഇല്ലെങ്കിലും ആള് കുറവാണെങ്കിലും 100 പേരിരുന്ന് ആരാധിക്കുന്ന ഒരു രീതിയാണ് അമ്മച്ചിയുടെ ആരാധന. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അമ്മച്ചിയായിരുന്നു എൻ്റെ മദർലോ എന്ന് പറയുന്നത്. മാതാവ് കഴിഞ്ഞ മെയ് മാസത്തില് ദിവസത്തിലേക്ക് ചേർക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ഇപ്പം പിതാവ് ഉണ്ട്, അച്ഛനെ അവര് 3 സഹോദരങ്ങളായിരുന്നു. മൂത്ത ജ്യേഷ്ഠൻ ദേവസനിൽ ചേർക്കപ്പെട്ടു. രണ്ടാമത്തെ ജ്യേഷ്ഠനും ഫാമിലിയും ഇപ്പോൾ നാട്ടിലുണ്ട്. ചേട്ടന് 3 മക്കളുണ്ട്. അതിൽ മൂത്ത മോള് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. രണ്ടാമത്തെ മോളെ വിവാഹം കഴിച്ചു. ഇളയ മകൻ ഇവിടെ ഉണ്ട്. അതാണ് എൻ്റെ അച്ഛൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഞങ്ങള് കർത്താവിന്റെ വേലയില് നെടുമങ്ങാട് പ്രദേശത്തായിരിക്കുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് എൻ്റെ കാലിനൊരു അസ്വസ്ഥത അവിടെ മുതലാണ് എനിക്ക് എൻ്റെ ശരീരത്തില് ഈ അസുഖത്തിൻ്റെതായ ഒരു സൂചനകൾ കാണാൻ ഇടയാക്കുന്നത്. ഞാൻ അവിടെ നെടുമങ്ങാടായിരിക്കുന്ന സമയത്ത് എൻ്റെ കാലിന്റെ ഉപ്പൂറ്റിക്ക് വേദന തുടങ്ങിയ സമയത്ത് നമ്മൾ വിസിറ്റിങ്ങിനൊക്കെ പോയിട്ട് ഓരോ വീട്ടിൽ ചെന്ന് ഇരുന്നിട്ട് എഴുന്നേക്കുന്ന സമയത്ത് പെട്ടെന്ന് കാലിന് തറയെ കുത്താൻ പറ്റാത്ത വിധത്തില് കഠിനമായ വേദന ഉണ്ടാവാൻ ഇടയായിരുന്നു. നടക്കുമ്പോഴൊക്കെ ഏറ്റമൊക്കെ കയറുന്ന സമയത്ത് നമ്മുടെ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് നമ്മള് ഈ കൊളുത്തിട്ട് വലിക്കുന്നത് പോലെ അതിശക്തമായ വേദനകൾ എൻ്റെ ശരീരത്തിൽ ഉണ്ടാവാനിടയായിരുന്നു, കാലിൽ ഉണ്ടാവാനിടയായിരുന്നു. ഒട്ടും നടക്കാൻ കഴിയത്തില്ല, ഇരിക്കാൻ കഴിയത്തില്ല, ഇരുന്നിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാലൂന്നി നിൽക്കാൻ കഴിയത്തില്ല, നിന്നുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ശക്തമായിട്ട് വേദന ഇങ്ങനെ വർദ്ധിച്ചു വന്ന സമയത്ത് ഞങ്ങളിൽ അവിടെ ഒരു വൈദ്യരെ കൊണ്ട് കാണിച്ചു. വൈദ്യരനോട് പറഞ്ഞത് ചില വർഷങ്ങൾക്ക് മുമ്പ് വീണ് ഡിസ്ക് വിട്ടാകുന്നതിന്റെ ആ ഒരു പ്രോബ്ലം ആണെന്ന് പറയാനിടയായിരുന്നു. പക്ഷെ അവിടുന്ന് അദ്ദേഹം കുറെ ലേഹ്യമൊക്കെ കഴിച്ച് ഇരിക്കുന്ന സമയത്ത് എനിക്ക് ആ ലേഹ്യമൊക്കെ കഴിച്ചിട്ടൊന്നും എനിക്ക് എൻ്റെ ഈ അസുഖത്തിന് ഒരു കുറവ് കിട്ടാതിരിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ പുല്ലൂർ തന്നെയുള്ള ഒരു തോമസ് ഇടിക്കുള്ള എന്ന് പറഞ്ഞൊരു ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം ഡോക്ടറിനോട് പറഞ്ഞു 5 കിലോയുടെ വെയിറ്റ് ഇട്ട് കിടക്കാൻ പറഞ്ഞു. പക്ഷെ ഈ വെയിറ്റ് ഇട്ട് കിടക്കാനൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എന്നെ കൊണ്ട് അതൊന്നും പറ്റത്തില്ല കർത്താവേ, ഈ ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന നമ്മളെ കൊണ്ടൊന്നും ഇങ്ങനൊന്നും കിടക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു ഇതൊന്നും വേണ്ട, മെഡിസിൻ അങ്ങ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രാർത്ഥിക്കാം, ദൈവം സൗഖ്യമാക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതങ്ങ് അവോയ്ഡ് ചെയ്യാൻ ഇടയായിരുന്നു. അങ്ങനെ ഇരിക്കെ അങ്ങനെ ഞങ്ങളുടെ ദേവദാസൻ ഞങ്ങളോട് പറഞ്ഞ തമിഴ്നാട്ടില് ഒരു വൈദ്യരുണ്ട്, ആ വൈദ്യരുടെ മരുന്ന് കഴിച്ചാൽ മതി ഈ അസുഖത്തിന് സൗഖ്യം കിട്ടും എന്ന് പറഞ്ഞു. സൗഖ്യം കിട്ടുന്ന ചില ഒത്തിരി ആശ്വാസം കിട്ടും. അതേ നല്ല പച്ചമരുന്ന്, മറ്റു സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത പച്ചമരുന്നാണ്, അത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇത് കേട്ടോണ്ട് ഞാനും എൻ്റെ അമ്മയും, അന്ന് എൻ്റെ ഇളയ സഹോദരി വിവാഹം കഴിഞ്ഞിട്ടില്ല, ചെങ്കോട്ടയ്ക്കപ്പുറം ശങ്കരൻ കോവിൽ തെങ്കാശിക്കടുത്ത് ഒരു വൈദ്യര് ഞങ്ങൾ പോയി. ഒത്തിരി എന്നെ കൊണ്ട് ഒത്തിരി കഷ്ടപ്പാട് സഹിച്ച എൻ്റെ മാതാവും എൻ്റെ ഈ ഇളയ സഹോദരനും ഒത്തിരി കഷ്ടം എന്ന് വെച്ചാൽ ഒത്തിരി. കാരണം ഈ കാല് വയ്യാതിരുന്ന സമയത്തൊക്കെ എന്നെ കൊണ്ട് പല ഡോക്ടർമാരുടെ അടുത്ത് പോവുകയും വൈദ്യന്മാരുടെ അടുത്ത് പോവുകയും ഒത്തിരി കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ അന്നേരമൊക്കെ ഞാൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാറ്, കർത്താവേ എന്നെ ശുശ്രൂഷിക്കാനുള്ള ഒരു ബലം അവർക്ക് കൊടുക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കാനേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതൊക്കെ ഞാൻ ദൈവത്തോടൊക്കെ ചോദിക്കും. പക്ഷെ എങ്കിലും ദൈവം അവിടെയൊക്കെ എന്നെ ബലപ്പെടുത്തി. അങ്ങനെ എൻ്റെ അവിടെ ആ ശങ്കരൻ കോവിൽ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് പോയി അവിടെ പച്ചമരുന്ന് വാങ്ങിച്ച് കുടിപ്പാനിടയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ 2009 മാർച്ച് മാസത്തില് ഏപ്രിൽ മാസത്തില് ഞാൻ ദൈവസന്നിധി 21 ഡേയ്സ് ഫാസ്റ്റിംഗ് ദൈവസന്നിധി ഇരിപ്പാനിടയായിരുന്നു. ദൈവസന്നിധി ഉപവാസത്തോടും പ്രാർത്ഥനയോടെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചർച്ചില് ഒരു ദേവദാസൻ, ആ ദേവദാസന്റെ പേര് എനിക്കറിയത്തില്ല, ആ ദേവദാസൻ ഞങ്ങളുടെ ചർച്ചിൽ വന്ന് ശുശ്രൂഷിക്കുന്ന സമയത്ത് പ്ലാറ്റ്ഫോമിൽ നിന്ന് ആ ദേവദാസൻ ശുശ്രൂഷിക്കുമ്പോൾ എന്റെ നേരെ വിരൽ ചൂണ്ടിട്ട് ഇങ്ങനെ എന്നോട് ഒരു വാക്ക് പറഞ്ഞു,
സിസ്റ്റർക്ക് 2009 അവസാന സമയത്ത് ഒരു പ്രത്യേകമാവുന്ന ഒരു വിടുതൽ ദൈവം ഒരുക്കുന്നു പറഞ്ഞു. അന്നേരം വിടുതൽ ഒരുക്കുന്നു പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് കർത്താവ് ഇതെന്തോ വിടുതല. പക്ഷെ എന്റെ വിടുതൽ എന്ന് പറയുന്നത് എന്റെ മുമ്പിലുള്ള ചിന്ത, എനിക്ക് തലമുറയില്ല, തലമുറയുള്ള ബന്ധത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും ദൈവം എന്റെ ജീവിതത്തിൽ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുമായിരിക്കും. അതാണ് എന്റെ ചിന്ത. പക്ഷെ നമ്മുടെ ചിന്തയല്ലല്ലോ ദൈവത്തിന്റെ ചിന്ത, ദൈവത്തിന്റെ വിചാരങ്ങളൊക്കെ. പക്ഷെ ഞാൻ ഇത് ചിന്തിക്കുന്നത് ഈ ഒരു ചിന്തയാ. എനിക്ക് ചിലപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിന്റെ മേൽ എന്റെ തലമുറയുള്ള ബന്ധത്തില് ദൈവം എനിക്കൊരു വിടുതൽ നൽകാൻ പോവുകയാണെന്ന് ഞാൻ ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ സമയത്തൊക്കെ എന്നെ ആ സമയങ്ങളിലെല്ലാം എന്നെ ദൈവം കാണിക്കുന്ന ഒരു വെളിപ്പാട് ഇതായിരുന്നു. ഞാനിങ്ങനെ പരീക്ഷ എഴുതുന്നു, സ്കൂളിൽ പഠിക്കുന്നു. പക്ഷെ ഞാൻ ഫെയിലായി പോകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. പരീക്ഷ എഴുതുന്നു, ഞാൻ ഫെയിലായി പോകുന്നു. എന്റെ ബുക്ക്, ഞാൻ എഴുതുന്ന ടെസ്റ്റ് എക്സാം പേപ്പർ കാണുന്നില്ല, എന്റെ പേന കാണുന്നില്ല, ഞാൻ പഠിക്കുന്ന ബുക്സുകളൊന്നും കാണുന്നില്ല, എന്റെ ബാഗ് നഷ്ടപ്പെടുന്നു. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാം, കർത്താവ് ഇതെന്തും ഇങ്ങനെയൊക്കെ, ഞാൻ എക്സാം എഴുതുന്നു പക്ഷെ ഞാൻ തോറ്റുപോവാണല്ലോ. കർത്താവെ തോക്കാൻ ഇടവരല്ലേ എന്ന് ഞാൻ ഇങ്ങനെ ദിവസം പ്രാർത്ഥിപ്പാൻ ഇടയായിരുന്നു. ഈ ദൈവിക ദൂത് എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ, എന്റെ ചിന്തയിലും ഇങ്ങനെ സമയമുണ്ട്. എന്റെ ഉറക്കത്തിലും എന്റെ നടപ്പിലും ഇരിപ്പിലും എല്ലാം ഈ ചിന്തയാണ്, കർത്താവ് എന്താ വിടുതല്, ദൈവം എന്ത് വിടുതൽ എന്നാലും ഞാൻ സന്തോഷത്തോടെ ഞാനത് സ്വീകരിക്കും. ദൈവം എന്താണ്, ഒന്നും തിന്മയ്ക്കായിട്ട് ദൈവം എന്നെ ജീവിതത്തിൽ ഒന്നും കൊണ്ടുവരത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കാൻ ഞങ്ങളുടെ ദൈവസഭയിൽ ഒരു ദിവസം ഞാനിങ്ങനെ ഇരുന്ന സമയത്ത് ഒരു സഹോദരി എഴുന്നേറ്റ് സാക്ഷ്യം പറയുമ്പം ഞാനിങ്ങനെ ചോദിച്ചു, ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദിപ്പാടായിരുന്നു, കർത്താവ് എല്ലാവരും എഴുന്നേറ്റ് സാക്ഷ്യം പറയുന്നു, എന്റെ ജീവിതത്തിൽ എന്താ ഒരു സാക്ഷ്യം ഇല്ലാത്ത? സാക്ഷ്യം കൊണ്ട് ഇല്ലെന്നല്ല, ദൈവം ഓരോ ദിവസവും ഓരോ സാക്ഷ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ തന്നെ. നമ്മളെ ആയുസ്സോടും ആരോഗ്യത്തോടും ഓരോ ദിവസവും നമ്മളെ നടത്തുന്നത് അത് വലിയൊരു സാക്ഷ്യമാണ്. അവൻ കിടപ്പിലാകാതെ ആരോഗ്യത്തോടെ, ദൈവം ആയുസ്സോടും ആരോഗ്യത്തോടും ബലത്തോടും ഓരോ അനേകര് ആരോഗ്യമില്ലാതെ പലരും പലയിടത്ത് കിടക്കുമ്പോൾ നമുക്ക് തരുന്ന ആയുസ്സിനും ആരോഗ്യത്തിനുമായ സ്തോത്രം. പക്ഷെ എന്നിട്ടും ഞാൻ ദൈവത്തോട് ചോദിക്കുന്നൊരു ചോദ്യത, എല്ലാവരും എഴുതിട്ട് സാക്ഷ്യം പറയുന്നത്, എന്താ എനിക്ക് സാക്ഷ്യം ഇല്ലാത്തത്? ഞാൻ എന്തെല്ലാം വിഷയം ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ട് എനിക്ക് വിടുതലില്ല? അങ്ങനെ ഞാൻ ഒരിക്കൽ ഇങ്ങനെ ചിന്തിച്ചു. പെട്ടെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ക്ഷമിക്കണേ, തിന്മയ്ക്കായിട്ടൊന്നും ജീവിച്ച് കൊണ്ടുവരല്ലേ, ദൈവസന്നിധി പ്രാർത്ഥിപ്പാൻ ഇടയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 2009 ഒക്ടോബർ മാസം 9 ഞാൻ എൻ്റെ ഭവനത്തിലും ഞാൻ എൻ്റെ കിടക്കയിലായിരിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പം, അന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്. എന്നാലും അതിന്റെ 2 ദിവസത്തിന് മുമ്പ് എനിക്ക് അതികഠിനമായ പനി എനിക്കുണ്ടാവുന്നത്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞു, എനിക്ക് കാലിന്റെ വേദന, ഉപ്പൂറ്റി വേദന, ആ പച്ചമരുന്ന് കഴിച്ചപ്പം എനിക്ക് ഒത്തിരി ആശ്വാസം ഉണ്ടാവാൻ ഇടയായിരുന്നു. അതുകൊണ്ട് ഞാൻ നല്ല രീതിയിലൊക്കെ നടക്കാൻ ഇടയായിരുന്നു. പക്ഷെ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒക്ടോബർ മാസം 9 എന്റെ ശരീരത്തിന് 8 നല്ല പനി ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ച് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വീട്ടിൽ വന്ന് ഈ പനി പെട്ടെന്ന് അസ്വസ്ഥയായി മാറി. പക്ഷെ ഈ 9 ഒക്ടോബർ മാസം 9 രാവിലെ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഞാൻ ഒത്തിരി ക്ഷീണാവസ്ഥയായിട്ട് ഞാൻ എൻ്റെ ഭവനത്തിൽ ഞാൻ കിടക്കയിലായിരിക്കുന്നു. അന്നൊരു വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന. എന്നെ സംബന്ധിച്ച് രാത്രിയെല്ലാം വളരെയധികം ശക്തമായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതകളാണെങ്കിലും പിറ്റേന്ന് പ്രഭാതത്തില് എവിടെയാണോ മീറ്റിംഗ്, ചർച്ചിന്റെ മീറ്റിംഗ് എവിടെയാണോ, ആത്മീയ കൂട്ടായ്മ എവിടെയാണോ, ഞാൻ അവിടെ ഓടിയെത്തും. കാരണം വെച്ചാല് എനിക്ക് ആത്മീയ കൂട്ടായ്മയ്ക്ക് പോകാതിരിക്കുമ്പം എൻ്റെ മനസ്സിന് വല്ലാത്തൊരു ഭാരമാണ്, എനിക്ക് എന്തോ ഒരു ശൂന്യതയാണ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, കർത്താവ് ഒരു കാരണവശാലും ആത്മീയ ശുശ്രൂഷകൾ മുടക്കാൻ കർത്താവ് സമ്മതിക്കല്ലേ. കർത്താവിനെ എവിടെ സാക്ഷിയിരിക്കണോ അവിടെ അയക്കണമേ. ഒരു മീറ്റിംഗ് മുടക്കി ഭവനത്തിൽ ഒരു നിസ്സാര കാര്യം പറഞ്ഞിരിക്കാൻ കർത്താവ് സമ്മതിക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പക്ഷെ അന്ന് എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റിയില്ല. ഏകദേശം ഒരു ഉച്ചയായപ്പോഴത്തേന് ഞാൻ എൻ്റെ കിടക്കയിൽ ഞാനായിരിക്കുമ്പം പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടാവാൻ ഇടയായിരുന്നു. എൻ്റെ ലെഫ്റ്റ് സൈഡ് പെട്ടെന്ന് ഒരു ബലം കുറഞ്ഞ് ഒരു തളർന്നു പോകുന്ന ഒരു അനുഭവം എൻ്റെ ശരീരത്തിൽ ഉണ്ടാവാനിടയായിരുന്നു. ഇത് ഞാൻ ഓർത്ത്, കർത്താവ് ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു അസ്വസ്ഥത വരാൻ കാരണം? ഞാൻ കിടക്കയിൽ തന്നെ ഇങ്ങനെ ആയിരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ എൻ്റെ മാതാവിനെ വിളിച്ചത്, പെട്ടെന്ന് ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് എൻ്റെ ഈ വലത്തെ കാലുകൊണ്ട് ഞാൻ എൻ്റെ ഇടത്തെ കാലിന് പൊക്കാൻ നോക്കിയപ്പം പൊങ്ങുന്നില്ല. ഞാൻ ഓർത്ത്, കർത്താവ് ഇതെന്താ, എൻ്റെ കാലെന്താ അനങ്ങാത്ത? ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഞാൻ എൻ്റെ മാതാവിനെ വിളിച്ചു.
എൻ്റെ അമ്മ വരുന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു, അമ്മ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, എന്നെ ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കുക, എൻ്റെ കാലിനൊക്കെ എന്തോ ഒരു അസ്വസ്ഥത പോലെ, എൻ്റെ കാലിന് ബലമില്ലാതിരിക്കുന്നു, എന്നെ ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. അമ്മ നോക്കിയിട്ട് എന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്നില്ല. ആ സമയത്താണ് എൻ്റെ സഹോദരൻ വെളിയിൽ പോയിട്ട് ഭവനത്തിലേക്ക് കയറുന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് അമ്മ പറഞ്ഞു, മോനെ അവളെ ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കുക, അവൾക്ക് എഴുന്നേക്കാൻ വയ്യെന്ന് പറഞ്ഞു. എന്തോന്ന് അറിയത്തില്ല. അവൻ ഓടി വന്ന് എൻ്റെ ഈ വയ്യാത്ത കാലെ തന്നെ 2-3 പ്രാവശ്യം അടിച്ചിട്ട് എന്നോട് പറഞ്ഞു, എഴുന്നേക്കെന്ന് പറഞ്ഞു. അവൻ പറയണ്ട, എനിക്ക് എഴുന്നേക്കാൻ വയ്യ, നീ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. അവൻ എന്നെ താങ്ങി എഴുന്നേൽപ്പിച്ച് എന്നെ പെതുക്കെ നടത്തി ഞങ്ങളുടെ ഫ്രണ്ട് മുറിയിലേക്ക് വന്നപ്പോഴത്തെ ഹാളിലേക്ക് വന്നപ്പോഴത്തേന് ഞാൻ ഇവന്റെ ദേഹത്തോട്ട് ഞാൻ എൻ്റെ ശരീരം കുഴഞ്ഞ് ഞാൻ പെട്ടെന്ന് വീഴാൻ ഇടയായിത്തീർന്നു. വീണ് അന്നേരത്തിന് പെട്ടെന്ന് ആ സമയത്ത് തന്നെ വണ്ടി എടുത്ത് എന്നെ അടുത്ത് ഞങ്ങളുടെ പൊല്ലിൽ തന്നെയുള്ള ഒരു ചെറിയൊരു ക്ലിനിക് ഉണ്ട്. ആ ക്ലിനിക്കിൽ എന്നെ കൊണ്ടുവന്നപ്പം ഡോക്ടർ വന്ന് പെട്ടെന്ന് പരിശോധിച്ചപ്പം എൻ്റെ പ്രഷറും ഷുഗറും എല്ലാം നോർമലാണ്, ഒരു കുഴപ്പവുമില്ല. പക്ഷെ എന്തോ അവര് എൻ്റെ കാലിലൊക്കെ എൻ്റെ അന്നത്തിന് എൻ്റെ ഈ കൈയും തളർന്ന് ലെഫ്റ്റ് സൈഡ് മുഴുവനും പാരലൈസ് ആയിപ്പോയി. ഒരു ബലമില്ലാതെ അവര് ഡോക്ടറും നേഴ്സൊക്കെ വന്നിട്ട് അവരുടേതായ മെഡിക്കൽ 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 രീതിയിലുള്ള എല്ലാ ചെക്കപ്പും നടത്തിയിട്ടൊന്നും എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, ഇതെന്താണെന്നൊന്നും അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അന്നേരം അന്ന് രാത്രി അവരെന്നെ അവിടെ അഡ്മിറ്റ് ആക്കിയ സമയത്ത് അന്നേരം പിറ്റേന്ന് രാവിലെ എനിക്കൊരു CT സ്കാനിങ്ങിന് എഴുതി തന്ന് അന്ന് രാത്രി എന്നെ അവിടെ അഡ്മിറ്റ് ആക്കിയപ്പം എനിക്ക് ഉറക്കമില്ല. ഞാനിങ്ങനെ ദൈവത്തോട് ചോദിച്ചോണ്ടിരുന്നു, കർത്താവെ കർത്താവെ ഇങ്ങനെ സംഭവിച്ചത്, എന്തുകൊണ്ടാ ഞാൻ, കർത്താവെ നീ എന്നെ കണ്ടിട്ടില്ലേ, നീ എന്നെ തള്ളിക്കളഞ്ഞോ എന്നൊക്കെ ഞാൻ ദൈവത്തോട് ഒത്തിരി ചോദ്യങ്ങൾ ഇങ്ങനെ രാത്രിയിലും എനിക്ക് ഉറക്കമില്ല, ഞാൻ ഉറങ്ങാതെ ഞാനിങ്ങനെ ദൈവത്തോട് ഇങ്ങനെ നിരന്തരം ചോദിച്ചു. ആ സമയത്ത് എൻ്റെ അച്ചായനോ ഇല്ലെങ്കിൽ എൻ്റെ അച്ചായന്റെ വീട്ടുകാരോ എൻ്റെ ദൈവസഭയോ ആരും ഈ വിവരം അറിയുന്നില്ല. ഞാനിങ്ങനെ വയ്യാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി എന്നുള്ളത് ആരും അറിയുന്നില്ല. ആ സമയത്ത് അന്ന് രാത്രി ഇങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തോട് ഇങ്ങനെ ചോദ്യമൊക്കെ ചോദിച്ചു. അങ്ങനെ പ്രഭാതത്തില് എനിക്ക് പെട്ടെന്ന് എൻ്റെ ശരീരത്തിന്റെ കഴുത്തിന്റെ താഴോട്ട് ഷിവറിങ് അനുഭവപ്പെടാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഷിവറിങ് അനുഭവപ്പെട്ട് ആ സമയത്ത് ആ ഡോക്ടർ മറ്റാരും അവിടെ ഇല്ല. എൻ്റെ മൂത്ത നാത്തൂനും എൻ്റെ ഇളയ ആങ്ങളെ മാത്രമേ ഉള്ളൂ ഹോസ്പിറ്റലില്. പിന്നെ അവിടുത്തെ നേഴ്സുമാരും 2-3 നേഴ്സുമാരും ഉണ്ട്. ആ സമയത്ത് ആ നേഴ്സുമാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ എന്നെ രാവിലെ തന്നെ ഏകദേശം 9 മണിയായപ്പോൾ തന്നെ എന്നെ പോലുള്ള ട്രിവാൻഡ്രം സ്കാൻ സെന്ററിൽ എന്നെ കൊണ്ടുവന്ന് സ്കാൻ ചെയ്യാനായിട്ട് കൊണ്ടുവന്ന സമയത്ത് സ്കാനിങ്ങിനകത്ത് കയറ്റിയെങ്കിലും എനിക്ക് സ്കാൻ ചെയ്യാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. കാരണം തണുപ്പ് കൂടുമ്പോഴത്തേന് ഈ ഷിവറിങ് അവർക്ക് ആ സ്കാനിങ് ചെയ്യാൻ പറ്റാത്ത തലത്തിൽ ഇങ്ങനെ ഷിവറിങ് ഇങ്ങനെ ഇടവിട്ട് എനിക്കിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം അവർക്ക് സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം എന്തോ ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് ഈ നടുവിന്റെ സ്കാനൊക്കെ ചെയ്തു എന്നെ തിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ക്ലിനിക്കിൽ വന്നപ്പോഴത്തേക്കും ഡോക്ടർ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയി. ഏകദേശം പിന്നെ 3 മണിക്ക് ഡോക്ടർ വരത്തുള്ളൂ. എൻ്റെ റിസൾട്ടും 3 മണിക്ക് കിട്ടത്തുള്ളൂ. 3 മണിക്ക് റിസൾട്ട് കിട്ടിയപ്പം ഡോക്ടർ വന്ന് ഈ റിസൾട്ടിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ഒരു മെയിൻ നേഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ഇങ്ങനെ പറയാൻ ഇടയായിരുന്നു, മോളെ ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട കേട്ടോ ബെൻസി, ഇതങ്ങ് മാറിക്കോളും, 2-3 ദിവസം ഇങ്ങനെ കിടന്നാ മതി, ഇതങ്ങ് മാറിക്കോളും, ഒന്നുകൊണ്ട് ഭാരപ്പെടണ്ട, പിന്നെ എഴുന്നേറ്റ് ഓടാം ബെൻസിക്ക് എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ ആ കിടന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് 2-3 ദിവസം കിടന്നാൽ മതിയല്ലോ, അത്രയും മതി. കാരണം നമ്മളിങ്ങനെ ഓടി നടക്കുന്ന നമ്മള് പെട്ടെന്ന് ഒന്ന് കിടപ്പിലാവുമ്പം അത് ഭയങ്കര ബുദ്ധിമുട്ട്, നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു അനുഭവമാണ്. പക്ഷെ അവര് പറഞ്ഞപ്പോ എനിക്ക് ഒത്തിരി ആശ്വാസമായി. ഞാൻ ഇന്നലെ വിചാരിച്ച 3 ദിവസം കിടന്നാൽ മതി, 4-ന്റെ അന്ന് എനിക്ക് എഴുന്നേക്കാലോ, എനിക്ക് പഴയതുപോലെ നടക്കാമല്ലോ എന്നൊക്കെ ഞാൻ ഒത്തിരി ചിന്തിച്ച് സന്തോഷത്തോടെ ആയിരിക്കാൻ എഴുതുന്നത്. ആ സമയത്ത് അന്ന് ഒരു ഏകദേശം ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങളുടെ ദേവദാസൻ, അന്ന് എൻ്റെ മാതൃ ചർച്ച് എന്ന് പറയുന്നത് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചാണ്. പേപ്പർമിൽ 3-ാം ഗേറ്റിലുള്ള ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലാണ് ഞാൻ കൂടുന്നത്. അന്ന് അവിടെ ഇരുന്ന ദേവദാസൻ പാസ്റ്റർ അജീത് തോമസ് എന്ന് പറഞ്ഞ ദേവദാസനാണ്. ഇന്ന് ആ ദേവദാസൻ കുവൈറ്റിന്റെ പ്രദേശത്ത് ഷാരോണിനുള്ള ബന്ധത്തിൽ ശുശ്രൂഷയിലായിരിക്കുന്നു. ആ ദേവദാസനും വൈഫും എന്നെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു. അന്നേരം എൻ്റെ മാതാവിനോട് ആ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, സാറാമ്മ ഇത് ചെറിയൊരു ക്ലിനിക്കല്ലേ, കൊച്ചിനെ ഇവിടെ ഇട്ടാൽ ശരിയാകത്തില്ല, നമുക്ക് അഞ്ചൽ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം, അവിടെ കൊണ്ടുപോയി നമുക്ക് നോക്കാമെന്നൊക്കെ എന്നോട് ഇങ്ങനെ അമ്മയോട് പറഞ്ഞിട്ട് പോയി.
പാസ്റ്റർക്ക് പോയിന്റ് പറയുന്നത് ഡോക്ടർ ഈ സ്കാനിങ്ങിന്റെ റിസൾട്ടുമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ മാതാവിനോട് പറഞ്ഞു, നടുവിന് യാതൊരു പ്രോബ്ലം ഇല്ല, പക്ഷെ തലയ്ക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രീ ചിത്ര മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കോ, 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. കൊണ്ടുപോകുന്ന സമയത്ത് അന്നേരം ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഒരിക്കലും എന്റെ നടു വളയ്ക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം എടുത്തു പറയാനിടയായിരുന്നു. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ട് അങ്ങ് പോയി കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങളുടെ ദേവദാസൻ വീട്ടിൽ ചെന്ന് പാഴ്സലേജിൽ ചെന്നിട്ട് ഇരിക്കാൻ കഴിയാതെ പാസ്റ്റർക്ക് പെട്ടെന്ന് എന്തോ എൻ്റെ അടുത്ത് വരണമെന്നൊരു ദൈവാത്മ പ്രേരണ കൊടുത്ത് അങ്ങനെ പാസ്റ്റർ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരാനിടയായിരുന്നു. ഹോസ്പിറ്റലിൽ വന്ന് പാസ്റ്റർ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ രാവിലെ ഉണ്ടായതുപോലെ ഷിവറിങ് എൻ്റെ ശരീരത്തിൽ ഉണ്ടാവാനിടയായിരുന്നു. ആ ഷിവറിങ് എന്ന് പറയുന്നത് എൻ്റെ കരണ്ട് അടിച്ചിട്ട് എങ്ങനെ തെറിച്ചു പോകുന്നു അതുപോലൊരു അനുഭവമായിരുന്നു. എൻ്റെ അടുത്ത് നിൽക്കുന്നവരല്ലേ എന്നെ പിടിച്ചൊതുക്കാൻ നോക്കുന്നത്, പക്ഷെ ഇവരൊക്കെ എൻ്റെ ശരീരത്തിൽ പിടിക്കുന്നെങ്കിലും അവരൊക്കെ എൻ്റെ ഈ ഷിവറിങ് കാരണം അവരൊക്കെ എൻ്റെ ശരീരത്തിൽ തൊടാൻ പറ്റാത്ത, അവരൊക്കെ തെറിച്ചു പോകുന്നൊരു അനുഭവമായിരുന്നു. അതുപോലെ ഭയങ്കര ഷിവറിങ് ആയിരുന്നു എൻ്റെ ശരീരത്തിലുണ്ടായിരുന്നത്. ആ ഷിവറിങ് കണ്ടപ്പം ഞങ്ങളെ ദേവദാസൻ പറഞ്ഞു, ബിൻസി ഇനി ഞങ്ങൾ ഇവിടെ കിടത്തുന്നില്ല, ഡോക്ടർ പെട്ടെന്ന് ഞങ്ങൾക്ക് എഴുതി തന്നെ, ഞങ്ങൾക്ക് ചൊവ്വാഴ്ച വരെ ഞങ്ങൾക്ക് നോക്കി നിൽക്കാനും പറ്റത്തില്ല, അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുക്കി തരണമെന്ന് പറയാനിടയായിരുന്നു. ഡോക്ടർ പെട്ടെന്ന് ഇത് ഞങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എന്നെ മാറ്റാനായിട്ട് എഴുതി തന്നു. അങ്ങനെ അന്ന് രാത്രി തന്നെ ഞങ്ങളുടെ ദേവദാസൻ ആ സമയത്ത് ഞങ്ങളുടെ ദൈവമക്കളെല്ലാം ചർച്ചിലുള്ള ദൈവമക്കളും എല്ലാ പ്രിയപ്പെട്ടവരും ഹോസ്പിറ്റലിന്റെ വിവരം അറിഞ്ഞിട്ട് വരാൻ ഇടയായിരുന്നു. അന്ന് രാത്രി തന്നെ എന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ഇടയായിരുന്നു. ആ സമയത്ത് കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് ബോധം നഷ്ടപ്പെടാൻ ഇടയായിരുന്നു. പക്ഷെ മെഡിക്കൽ കോളേജിൽ ചെന്ന് എന്നെ കാഷ്വാലിറ്റിയിൽ എന്നെ കയറ്റുന്ന സമയത്ത് എന്നെ തുടക്കം മുതൽ എനിക്ക് സകല ചെക്കപ്പും നടത്തിയെങ്കിലും അവർക്ക് ആർക്കും ഇതിന്റെ ഒരു രോഗം എന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ശരീരത്തിൽ എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അന്നൊരു CT സ്കാൻ തലയുടെ ഒരു CT സ്കാനിങ് ചെയ്തു. പക്ഷെ CT സ്കാനിങ്ങിനും ഒന്നും വ്യക്തമായിട്ടൊന്നും തെളിഞ്ഞ് കാണാൻ കഴിഞ്ഞില്ല. എന്നെ അന്ന് രാത്രി ഏകദേശം 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനെ ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റ് ആക്കാൻ ഇടയായിരുന്നു. അഡ്മിറ്റ് ആക്കിയതിനു ശേഷം പിറ്റേന്ന് പ്രഭാതത്തിലും ഇതുപോലെ ഷിവറിങ് എൻ്റെ കാലില് എൻ്റെ ശരീരത്തിൽ ഉണ്ടാവാൻ ഇടയായിരുന്നു. ഈ ഷിവറിങ് കണ്ടപ്പം അവിടെ റൗണ്ട്സിന് വന്നൊരു ഡോക്ടർ വന്നിട്ട്, ഇതിന്റെ മെയിൻ ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് MRI എടുക്കണം, MRI എടുത്തെങ്കിൽ മാത്രമേ ഈ കുട്ടിയുടെ രോഗം എന്തെന്ന് കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞത്, ഈ MRI സ്കാനിങ് എഴുതി തന്ന്, പക്ഷെ MRI സ്കാനിങ്ങിന് വേണ്ടി പലയിടത്തും അതായത് മെഡിക്കൽ കോളേജിന്റെ ചുറ്റുപാടുമുള്ള പല സ്കാൻ സെന്ററിലൊക്കെ ചെന്ന് ചോദിച്ചെങ്കിലും ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടിയില്ല. ഡേറ്റ് കിട്ടാതെ പക്ഷെ ഈ ഡേറ്റ് കിട്ടാത്തതുകൊണ്ട് എനിക്ക് MRI എടുക്കാൻ പറ്റുന്നില്ല. MRI എടുക്കാത്തത് കൊണ്ട് എൻ്റെ അസുഖം എന്താണെന്ന് വ്യക്തമായിട്ട് ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ചികിത്സിക്കാനും പറ്റുന്നില്ല. അന്നേരം എൻ്റെ സഹോദരനെയും എൻ്റെ മാതാവിനെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ വൈകിക്കും തോറും നിങ്ങൾ ഇത് വേണ്ട വിധത്തിൽ പെട്ടെന്ന് ഇത് സ്കാൻ ചെയ്ത് ഇതിന്റെ റിസൾട്ട് കൊണ്ടുവരാതെ കുട്ടിക്ക് ചികിത്സ തുടങ്ങാൻ പറ്റത്തില്ല. ചികിത്സ വൈകും തോറും ഈ കുട്ടിയുടെ നില ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ കാര്യം നടക്കത്തില്ലെന്ന് പറയാൻ ഇടയായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ പുറകില് പ്രാർത്ഥനാ സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ ഒരു ദൈവസഭ ഉണ്ടായിരുന്നു. പേപ്പർ മിൽ ഷാരോൺ സഭയിലെ ദൈവമക്കള് ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. അന്ന് ഈ വിവരം ദേവദാസിനെ വിളിച്ചു പറഞ്ഞു, സ്കാനിങ്ങിന് ഇതുവരെ ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടിയിട്ടില്ല, പലയിടത്തും 2 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് സ്കാനിങ്ങിനുള്ള ആ ഡേറ്റ് കിട്ടുന്നത്. നമുക്ക് സ്കാൻ ചെയ്ത് റിപ്പോർട്ട് പെട്ടെന്ന് കാണിച്ചെങ്കിൽ മാത്രമേ രോഗം എന്തെന്ന് കണ്ടുപിടിക്കാനും ചികിത്സ ആരംഭിക്കാനും കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ദൈവമക്കൾ അന്നത്തെ ഞായറാഴ്ച ശക്തമായിട്ട് പ്രാർത്ഥിപ്പാനിടയായിരുന്നു. പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഡേറ്റ് ഇല്ലെന്ന് പറഞ്ഞെടുത്ത് ദൈവം എനിക്ക് ശ്രീ ചിത്തിര മെഡിക്കൽ കോളേജിൽ എനിക്ക് ദൈവം ഡേറ്റ് തരാനിടയായിരുന്നു. അങ്ങനെ എന്നെ അവിടെ സ്കാനിങ്ങിന് MRIക്ക് എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ MRI സ്കാനിങ്ങിനായിട്ട് എന്നെ ശ്രീ ചിത്തിര മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് ആ റൂമിനകത്ത് കയറ്റുന്ന സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ കൂടെ
ഡോക്ടർമാരും നേഴ്സുമാരും എൻ്റെ ഇളയ സഹോദരനും എൻ്റെ കൂടെ ആ റൂമിനകത്ത് കയറാൻ ഇടയെത്തുന്നു. അന്നേരം അവരെന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, പിന്നെ കാതിൽ ഈ സ്കാനിങ് തുടങ്ങുമ്പം കാതില് പല സൗണ്ടുകൾ കേൾക്കും, പേടിക്കരുത്, നിലവിളിക്കരുത്, ചാടി പിന്നെ അനങ്ങാതെ കിടക്കണമെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ അതൊക്കെ സംബന്ധിച്ച് ഞാൻ കിടക്കുന്ന സമയത്ത് ഈ സ്കാനിങ് ആരംഭിച്ച് ചില മണിക്കൂറുകൾ ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പം പെട്ടെന്ന് എൻ്റെ തലയ്ക്കകത്ത് എന്തൊക്കെയോ എൻ്റെ കാതിനകത്ത് വല്ലാത്ത ശബ്ദങ്ങൾ തലയ്ക്കകത്ത് കേൾക്കുകയാണ്. ഈ തലയ്ക്കകത്ത് ശബ്ദങ്ങൾ കേൾക്കുന്ന സമയത്ത് എനിക്ക് തലയ്ക്ക് ഭയങ്കര ശക്തമായിട്ട് വേദനയും അനുഭവിക്കാനുള്ള എത്തുന്നു. ഈ വേദന കാരണം ഞാനിങ്ങനെ കിടന്നുകൊണ്ട് ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഈ വേദന കാരണം എനിക്ക് ഒട്ടും ഇവിടെ കിടക്കാൻ പറ്റത്തില്ല. എനിക്ക് ഈ കാലാവുകാരെ ഞാൻ ഇതെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി ഓടിയാന്. കാരണം എനിക്ക് ഇവിടെ ഈ ടേബിളിൽ എനിക്ക് കിടക്കാൻ വയ്യ, എനിക്കിങ്ങനെ കിടക്കാൻ വയ്യ കർത്താവേ, എനിക്ക് വേദന സഹിക്കാനുള്ളൊരു ബലം തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ ഇടയായിരുന്നു. പക്ഷെ അങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആ റൂമിനകത്തോട്ട് എന്നെ കയറ്റുന്ന സമയത്ത് എൻ്റെ ഇളയ സഹോദരനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് ഞാൻ അറിയുന്നത് ആ റൂമിനകത്ത് ആരും ഇല്ലെന്നുള്ളത്. എന്നാലും ഞാൻ എൻ്റെ സഹോദരൻ അടുത്തുണ്ട്, ഇല്ലെങ്കിൽ നേഴ്സുമാർ അടുത്തുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കൈ ഉയർത്തി എനിക്ക് വേദന സഹിക്കാൻ പറ്റാത്ത കാരണം കൈ ഉയർത്തിയിട്ട് ഉദ്ദേശം എന്ന് പറയുന്നത്, ഇളയ സഹോദരൻ വന്ന് എൻ്റെ കൈ പിടിക്കുമ്പം അവന്റെ കൈ പിടിച്ച് ഒരു ബലമായിട്ട് എന്നിട്ട് ഒരുമിച്ച് സ്തോത്രം ചെയ്യാൻ പറയാനായിട്ടാണ് ഞാനിങ്ങനെ കൈ പൊക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് അപ്പുറത്തെ റൂമിൽ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഈ റൂമിനകത്ത് ആരുമില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ കിടക്കുന്നത്, നിങ്ങൾ മാത്രമാണ് കിടക്കുന്നത്, അതുകൊണ്ട് കുറച്ചു നേരം കൂടെ വന്ന് വേദന സഹിച്ച് കിടക്കണം, ഇപ്പം കഴിയുമെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ഈ സ്കാനിങ് കഴിഞ്ഞ് എന്നെ പുറത്തിറങ്ങുന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എനിക്ക് ബോധമില്ല, എന്റെ ബോധം നഷ്ടപ്പെട്ടു. ഞാൻ ഏകദേശം 9 ദിവസം അബോധാവസ്ഥയിൽ ഞാൻ എൻ്റെ ബെഡിൽ കിടപ്പാനിടയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 11ാമത്തെ വാർഡില് എനിക്ക് തന്നിരിക്കുന്ന ബെഡിൽ ഞാൻ 19 ദിവസം ഞാൻ ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത് എൻ്റെ റിസൾട്ട് കിട്ടിയപ്പം ഡോക്ടർമാര് പറയുന്ന ഇതാണ്, എൻ്റെ തലയിൽ 8 ഞരമ്പ് ബ്ലഡ് ക്ലോട്ടായി അതിലെ 2 ഞരമ്പ് പൊട്ടിപ്പോയി, തലയ്ക്കകത്ത് ബ്ലീഡിങ് നടക്കുക. ആ ബ്ലീഡിങ് ഉള്ളത് കൊണ്ട് ഇവർക്ക് ഓപ്പറേഷൻ ചെയ്യാനോ ഇല്ലെങ്കിൽ ബ്ലഡ് കുത്തിയെടുക്കാനോ ഒന്നും കഴിയത്തില്ലെന്ന് ഡോക്ടർമാർ പറയാനിടയായിരുന്നു. പറഞ്ഞല്ലോ, ഈ 9 ദിവസം ഞാൻ അബോധാവസ്ഥയിൽ കിടക്കുമ്പോഴും ഡോക്ടർമാര് റൗണ്ട്സിന് വരുന്ന സമയത്ത്, നമുക്കറിയാം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ വരുന്നത് ഒരു ഡോക്ടറായിട്ടല്ല വരുന്നത്, പല ഡോക്ടർമാര് റൗണ്ട്സിന്, ഒന്നിൽ കൂടുതൽ ഡോക്ടർമാരാണ് റൗണ്ട്സിന് വരുന്നത്. പഠിക്കുന്ന വിദ്യാർത്ഥികളുമായിട്ടൊക്കെയായിരുന്നു വരുന്നത്. ഇവരെല്ലാം വന്നിട്ട് എൻ്റെ രോഗം ഇവര് ഡിസ്കസ് ചെയ്തിട്ട് അവർ തമ്മിൽ സംസാരിച്ചിട്ട് അവർ മറ്റു പേഷ്യന്റെ അടുത്തോട്ട് പോകത്തേ. പക്ഷെ എനിക്ക് ചെയ്യേണ്ടുന്ന ഒരു ട്രീറ്റ്മെന്റും അവരവിടെ ആരംഭിച്ചിട്ടില്ല. കാരണം ഡോക്ടർമാർ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, 2 ദിവസത്തിനുള്ളിൽ എനിക്ക് ബോധം തിരികെ കിട്ടുവാണെങ്കിൽ മാത്രമേ നമുക്ക് ചികിത്സ ആരംഭിക്കാൻ കഴിയത്തുള്ളൂ. ബോധം തിരിച്ചു വന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ഒറ്റ കിടപ്പായിരിക്കും, ഈ കിടപ്പിൽ കിടന്ന് ഈ കുട്ടി മരിക്കാനിടയായിത്തീരും. അല്ല, ഈ കുട്ടിക്ക് ബോധം തെളിയുവാണെങ്കിൽ ഈ കുട്ടി ഒരു ഭ്രാന്തിയായിട്ടായിരിക്കും വരുന്നത്, സുബോധമില്ലാത്തവളായിട്ടായിരിക്കും വരുന്നത്. മരണം വരെ ഞാനിങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ട് അടുത്ത പേഷ്യന്റെ അടുത്തോട്ട് പോകും. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഇളയ സഹോദരൻ ഒത്തിരി ഭാരപ്പെട്ട് ഡോക്ടറോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, അടുത്ത് കിടക്കുന്ന ഒരു ബെഡിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിനെ കാണിച്ചിട്ട് പറഞ്ഞു, ഇവർക്ക് പനിയാണ്, ഈ പനിയുള്ള വ്യക്തിക്ക് നമുക്ക് ഏത് ഗുളിക കൊടുത്താലും അവർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റിരിക്കും. പക്ഷെ നിങ്ങളുടെ കുട്ടിക്ക് അതല്ല അസുഖം, നിങ്ങളുടെ കുട്ടിക്ക് അങ്ങനെ എല്ലാ ഗുളികളൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, അതിന് ബോധം തെളിഞ്ഞെങ്കിൽ മാത്രം ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയാനായിരുന്നു. അങ്ങനെ ദൈവമക്കൾ ആ സമയത്തൊക്കെ എനിക്ക് തലവേദന, ഞാൻ ഈ അബോധാവസ്ഥയിൽ കിടക്കുകയാണെങ്കിലും എൻ്റെ തലയ്ക്കകത്തുള്ള വേദന, അതിശക്തമായിട്ടുള്ള വേദന, എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വരുമായിരുന്നു, 2 സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളം കണ്ണുനീരൊഴുക്കി ഞാൻ ഇങ്ങനെ കിടക്കുമായിരുന്നു. ആ സമയത്ത് എൻ്റെ മാതാവ് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. നേഴ്സുമാർ വന്ന് എൻ്റെ ബ്ലഡ് എടുക്കാൻ നോക്കുമ്പം ഈ സിറിഞ്ച് നീഡിലിങ്ങനെ കുത്തുന്ന സമയത്ത് കുത്തുമ്പം ആ സിറിഞ്ച് വെളിയിലോട്ട് തന്നെ തള്ളിഞ്ഞ് പോരും. ആ സിറിഞ്ച് നീഡിൽ കുത്തിയ സ്ഥാനത്ത് ബ്ലഡ് കട്ടയായിട്ട് വന്നിരിക്കും.
കട്ടയായിട്ട് വന്നിരുന്നിട്ട് ഇവർ ഈ നേഴ്സുമാർ ഈ കട്ട ഇങ്ങനെ നൂല് പോലെ വലിച്ചെടുക്കും. എന്റെ ശരീരത്തിൽ നിന്ന് നൂല് കട്ടയായ ക്ലോട്ടായ ബ്ലഡ് ഇങ്ങനെ വലിച്ചെടുക്കാൻ ഇടയായിട്ടുണ്ട്. മാത്രമല്ല എന്റെ തലയ്ക്കകത്ത് ഈ ഞരമ്പ് പൊട്ടി ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ ഈ മുഖം മുഴുവനും കറുത്ത് ഈ ബ്ലഡിന്റെ ഇങ്ങനെ മുഖത്ത് മുഴുവൻ നമുക്കത് നല്ലപോലെ എടുത്ത് കാണാൻ വേണ്ടിയാണ്. ആ സമയത്ത് ഞാൻ ഛർദ്ദിക്കുന്നുണ്ട്. പക്ഷെ ഈ ഛർദിലൊക്കെ നടന്നെങ്കിലും ഈ ഈ തലയ്ക്കകത്തുള്ള ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കുന്ന ബ്ലഡ് അത് പുറത്തു വരാതെ തലയ്ക്കകത്ത് തന്നെ കെട്ടിക്കിടക്കുമായിരുന്നു. അങ്ങനെ ഒരു അനുഭവത്തിൽ രാത്രിയിലെല്ലാം ഭയങ്കര ഈ തലവേദന കരച്ചില. ഈ കരയുന്ന സമയത്ത് എന്റെ കരച്ചിൽ കാണാൻ കഴിയാത്തതുകൊണ്ട് എന്റെ മാതാവ് നേഴ്സുമാരുടെ റൂമിൽ ചെന്നിട്ട് പറയും, എന്റെ മോള് കിടന്ന് കരയുന്നു, അവർക്ക് എന്തെങ്കിലും മരുന്ന് വല്ലതും കൊടുക്കാൻ പറ്റുമോ, തലവേദന അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം മാതാവ് തലമുറകൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മാതാക്കൾ ഒരിക്കലും നോക്കി നിൽക്കത്തില്ലല്ലോ. പക്ഷെ അന്നേരം ആ നേഴ്സുമാർ പറയുന്നൊരു പറയുന്ന പോയിന്റ് ഇതാണ്, മറുപടി പറയും, അമ്മ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങളുടെ മോടെ അവസ്ഥ ഇതാ. ആ മോള് ബോധം തിരിച്ചു വന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലും മരുന്ന് നമുക്ക് ഡോക്ടർമാർ പറയാതെ പോയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഇങ്ങനെ ഞാൻ നിലവിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്രയ്ക്കും അതിശക്തമായ വേദനയായിരുന്നു. ആ സമയത്ത് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ എന്റെ കിടക്കയിൽ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ ഞാനൊരു വെളിപ്പാട് കണ്ടത് ഇങ്ങനെ, ഒരു കടൽ തീരത്ത് ഞാനിങ്ങനെ നിൽക്കുന്നു. ഞാനെന്റെ ഈ തളർന്ന കാല് വെച്ച് ഞാനൊരു ബോള് തട്ടിത്തെറിപ്പിക്കുന്നതായിട്ട് ഞാനിത് കണ്ടോണ്ടേ ഈ അബോധാവസ്ഥയെ കിടന്നോണ്ട് തന്നെ ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞൊരു കാര്യം ഇതാണ്. എന്നിട്ട് ചെറിയ രീതിയിലൊക്കെ ഞാൻ സംസാരിച്ചൊക്കെ തുടങ്ങിയായിരുന്നു. ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞൊരു പോയിന്റ് ഇതാ, അമ്മേ ഞാൻ എഴുന്നേറ്റ് നടക്കും അമ്മേ. പക്ഷെ എന്റെ മാതാവ് ഞാൻ എഴുന്നേറ്റ് നടക്കുമെന്ന് പറഞ്ഞപ്പോഴും എന്റെ മാതാവ് പറയുന്നത്, മോള് സമാധാനമായിട്ട് കിടക്ക്. പക്ഷെ ദൈവം എന്നെ കാണിച്ചൊരു വെളിപ്പാടാ ഞാൻ പറയുന്നത്, ഞാൻ എഴുന്നേറ്റ് നടക്കും എന്നുള്ളത്. പക്ഷെ എന്റെ മാതാവ് പറയുന്നത് മോള് സമാധാനമായിട്ട് കിടക്ക്. കാരണം അവരുടെ ഹൃദയത്തിലെ വേദനയാണ് പറയുന്നത് മോള് സമാധാനമായിട്ട് കിടക്കും. പക്ഷെ ദൈവം അന്ന് തന്നെ ആ കാണിച്ച വെളിപ്പാട് ഞാൻ ഇന്നതും ഞാൻ ഈ സമയം പറയുമ്പോഴും ഞാൻ എന്റെ നല്ല സ്ക്രീനിൽ കാണുന്ന പോലെ ഞാൻ ആ വെളിപ്പാട് ഞാൻ കാണുകയാണ്. അതുപോലെ ദൈവം എന്നെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ കാണിച്ച വെളിപ്പാട് ഇന്നും എന്നെ ദൈവം ആരോഗ്യത്തോടെ ബലത്തോടെ നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ 9ാമത്തെ ദിവസം എനിക്ക് ബോധം തിരിച്ചു കിട്ടി. ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നു. ഞാൻ ബോധം തിരിച്ചു കിട്ടി അന്ന് റൗണ്ട്സിന് ഡോക്ടർമാർ എന്റെ കിടക്കയിലാണ് എന്റെ ബെഡിന്റെ അടുത്ത് വന്നിരുന്നപ്പം എന്റെ പേര് ഡോക്ടർമാർ വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ കണ്ണു തുറന്നിട്ട് ഞാൻ ഈ തളർന്നു കിടക്കുന്ന കൈ എടുത്ത് ഇങ്ങനെ ഉയർത്തി കാട്ടിയിട്ട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് എന്റെ കൈയും അനക്കാം, ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് നല്ലപോലെ സംസാരിക്കാനും കഴിയുന്നുണ്ട്. ഞാൻ കൈ എടുത്ത് ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെ അനക്കി കാണിച്ചു. അന്ന് വൈകിട്ടാണ് എനിക്ക് എന്റെ ചികിത്സ ആരംഭിക്കുന്നത്. അന്ന് വൈകിട്ട് ഞാൻ കഴിക്കുന്ന മെഡിസിൻ, അതായത് വാർഫാറിൻ, എന്നെ കേൾക്കുന്ന എന്റെ ഈ സാക്ഷ്യം അനേകർ കേൾക്കും. അതിൽ നേഴ്സുമാരൊക്കെ കേൾക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്കറിയാം ഈ വാർഫാറിൻ എന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് ഒക്കെ കേൾക്കുന്നെങ്കിൽ അവർക്കറിയാം വാർഫിൻ എന്ന് പറഞ്ഞ മെഡിസിന്റെ എഫക്റ്റ്. ആ മെഡിസിൻ എനിക്ക് അന്ന് തുടക്ക സമയത്ത് എനിക്ക് 1 mg എനിക്ക് തരാനിടയായിരുന്നു. ഞാൻ കഴിച്ചു തുടങ്ങി. ഞാൻ കഴിക്കുന്ന സമയത്തോടെ ദേവദാസിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈ ഗുളിക കഴിച്ച് അവിടെ ഞാൻ 9ാമത്തെ ദിവസം ഈ ബോധം തിരിച്ചിട്ട് അന്ന് മുതൽ ട്രീറ്റ്മെന്റ് ആരംഭിച്ചു. അതുവരെ ട്രീറ്റ്മെന്റ് ഒന്നുമില്ലാതെ അബോധാവസ്ഥയിൽ മരിച്ചതുപോലെ ഞാൻ കിടന്നിരുന്ന സ്ഥാനത്ത് വൈദ്യശാസ്ത്രം വിധി എഴുതി ഞാൻ ഇനി ജീവിക്കത്തില്ലെന്നും ജീവിതത്തിലേക്ക് മടങ്ങി വരത്തില്ലെന്നും തളർന്ന് ഞാൻ കിടക്കുമെന്നും ഇങ്ങനെ തന്നെ മരിക്കുമെന്നും പറഞ്ഞ സ്ഥാനത്ത് ദൈവത്തിന്റെ കൃപയാൽ 9ാമത്തെ ദിവസം അനേക ദൈവജനത്തിന്റെ പ്രാർത്ഥന ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ അന്ന് നമുക്ക് ഈ വാട്സപ്പോ അങ്ങനൊന്നും ഇല്ല. ഈ ടെക്സ്റ്റ് മെസ്സേജുകൾ എന്നെ അറിയാവുന്നവര് എനിക്കിങ്ങനെ സുഖമില്ല എന്നുള്ളത് ഇങ്ങനെ ഈ മെസ്സേജ് കൈമാറാൻ ഇടയായിരുന്നു. കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളും ഈ UAE പ്രദേശത്തും അനേക ദേവദാസന്മാരും ദൈവസഭയും എനിക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിപ്പാൻ ഇടയായിരുന്നു. ഭരണകരമായ അനുഭവത്തിൽ നിന്ന് ദൈവം എന്നെ മടക്കിക്കൊണ്ടതും. അങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ 15ാമത്തെ ദിവസം ഞാൻ എന്റെ വീട്ടിൽ വന്നു. 15ാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം എന്റെ ഭവനത്തില് എല്ലാവരും, എന്റെ അയൽവക്കക്കാരും എന്റെ ബന്ധുമിത്രാദികളും എല്ലാവരും ഓരോ ദിവസം ഓരോ പ്രഭാതത്തിൽ എഴുന്നേക്കുന്നത് ഇങ്ങനെ ചോദിച്ചോണ്ടാ,
ബിൻസി ജീവിച്ചിരിപ്പുണ്ടോ, ബിൻസി മരിച്ചോ എന്ന് ചോദിച്ചോണ്ടാ ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിലും നാട്ടുകാരും വീട്ടുകാരും എല്ലാം എഴുന്നേൽക്കുന്നത്. പക്ഷെ ആംബുലൻസ് വരുന്നത് നോക്കിയിരുന്നവരുടെ മുൻപിൽ ഞാൻ മരിച്ച ബോഡിയായിട്ട് ബെൻസിയുടെ ബോഡി കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ച ജനത്തിന്റെ മുൻപില് ദൈവം എന്നെ ആരോഗ്യത്തോടെ എന്റെ ഭവനത്തിൽ കൊണ്ടുവരാൻ ഇടയെത്തുന്നു. ഞാൻ വീട്ടിൽ വന്നപ്പം എന്റെ മെഡിക്കൽ കോളേജിൽ എന്നെ കാണാൻ വന്ന പലരും എന്റെ മുന്നിൽ വന്നിരുന്ന സാക്ഷ്യം പറഞ്ഞൊരു കാര്യം ഇതാണ്: മീൻസ് നീ ഇന്ന് ഇങ്ങനെ ജീവനോടെ ഈ വീട്ടിൽ വന്ന് കയറുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല മോളെ എന്ന് എന്നോട് പറഞ്ഞത്. അതിനൊരു മാതാവ് പറഞ്ഞൊരു കാര്യം ഇത്. എനിക്ക് അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്റെ ആ മാതാവ് എന്നെ കാണാൻ ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് എന്റെ കണ്ണ് തുറന്നു നോക്കിയപ്പം മരണം എന്റെ കണ്ണിനകത്ത് മരിക്കുന്ന ഒരു അനുഭവമായിരുന്നു എന്റെ കണ്ണിനകത്തുണ്ടായിരുന്നു പറഞ്ഞത്. പക്ഷെ അതൊന്നും എനിക്കറിയത്തില്ല, അവരൊക്കെ പറഞ്ഞറിവാണ് നമുക്കത്. പക്ഷെ ദൈവത്തിന്റെ കൃപയാല് ഇന്നും ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഹിയായി ജീവനുള്ള സാക്ഷ്യമായി എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവ് സഹായിച്ചത് സ്തോത്രം. അന്ന് എന്റെ വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ വെച്ചൊരു പ്രാർത്ഥന നടത്തിയപ്പോൾ ഞങ്ങളുടെ ദൈവസഭയിലുള്ള എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയ്ക്ക് വന്നപ്പം ഞങ്ങളുടെ ദേവദാസൻ എഴുന്നേറ്റ് ദൈവവചനം ശുശ്രൂഷിക്കുന്ന സമയത്ത് ദേവദാസൻ എന്നോട് ചോദ്യം ചോദിച്ചു. ആ സമയത്ത് എനിക്ക് ഫോണിന്റെ ശബ്ദമോ ഇല്ലെങ്കിൽ മനുഷ്യ ഒരു വ്യക്തിയുടെ സംസാരം പോലും എനിക്ക് എന്റെ കാതിൽ കേൾക്കാൻ കഴിയത്തില്ലായിരുന്നു. എനിക്കത് ഇറിറ്റേഷൻ ഉണ്ടാക്കും. എന്നുവെച്ചാല് എന്റെ അടുത്ത് നിന്ന് ആൾക്കാർ സംസാരിക്കുമ്പം തലയ്ക്കകത്ത് ഭയങ്കര വേദനയായിട്ട് എന്റെ തല ഇങ്ങനെ പെരുത്തു പോകുന്ന പോലെ ഒരു അനുഭവമാണ്. ഫോണിന്റെ ശബ്ദമൊക്കെ ബെല്ലടിക്കുന്നൊക്കെ സമയത്ത് എനിക്ക് ഭയങ്കര, അതുകൊണ്ട് വീട്ടിൽ ഇതൊക്കെ മാറ്റി വെച്ചിരിക്കുമായിരുന്നു. എന്നെ ശബ്ദം കൂടുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ശബ്ദമൊക്കെ എന്റെ കാതിൽ കേൾക്കുമ്പം എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. അന്ന് ഞങ്ങളുടെ വീട്ടിൽ വെച്ച് പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ ദേവദാസൻ എന്നോട് ചോദ്യം ചോദിച്ചു, വിൻസി നിനക്ക് ജീവിക്കണോ മരിക്കണോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുന്ന സമയത്ത് ഞാൻ എന്റെ മാതാവിനോട് പറഞ്ഞു, ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ ബോഡി എവിടെ കൊണ്ട് നടക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്, പോകുന്നേ ഞാനും എൻ ഗേഹം വിട്ടുന്നു പറഞ്ഞു. ആ പാട്ട് പാടി എന്നെ കൊണ്ടുവന്ന് അടക്കണം, എനിക്ക് എന്റെ ഫ്യൂണറൽ സർവീസ് അനുഗ്രഹമാക്കി തരണം എന്നൊക്കെ ഞാനിങ്ങനെ എന്റെ മാതാവിനോട് ഞാൻ പറയാനിടയായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞങ്ങളുടെ ദേവദാസൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, വിൻസി നിനക്ക് ജീവിക്കണോ മരിക്കണോ? ഞാൻ പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് ജീവിക്കണം, എനിക്ക് കർത്താവിന്റെ സാക്ഷിയായിട്ട് തീരണം. ദൈവം എനിക്ക് എന്റെ ജീവിതത്തിൽ വിടുതൽ തന്നെങ്കിൽ എനിക്കത് സാക്ഷ്യമായിട്ട് എനിക്ക് പറയണം. എനിക്ക് അനേകരുടെ മുമ്പ് എന്റെ ദൈവത്തെ ഉയർത്തി കാട്ടണം. ഞാനിങ്ങനെ പറയാനിടയായിരുന്നു. അന്നത്തെ പ്രാർത്ഥനയില് ദൈവജനം ആത്മാർത്ഥതയോടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇടയായിരുന്നു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ദേവദാസൻ പരിശുദ്ധാത്മാവിന്റെ ഒരു നിയോഗം കിട്ടിയിട്ട് ഞാൻ കിടക്കുന്ന ആ എന്റെ ബെഡിന്റെ അടുത്ത് നിന്നിട്ട് എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിപ്പാൻ ഇടയായിരുന്നു. തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തോ പെട്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രസൻസ് ഞാൻ അവിടെ അനുഭവിപ്പാൻ ഇടയായിരുന്നു. ഞാന് അതുവരെ എഴുന്നേറ്റ് എന്റെ ഞാൻ കാല് നിലത്ത് കുത്തി നോക്കിയിട്ടുണ്ട്. ഈ നിലത്ത് കുത്തി നോക്കുന്ന സമയത്ത് നമ്മള് എണ്ണയ്ക്കകത്ത് കാല് മുക്കിയിട്ട് നമ്മള് ടൈലിട്ട തറയിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ കാല് പോകുന്നത്, അതുപോലൊരു അനുഭവമായിരുന്നു എനിക്ക്. പക്ഷെ അന്ന് ദേവദാസൻ വന്ന് എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പം പരിശുദ്ധാത്മാവിന്റെ ആ വലിയൊരു ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിച്ചപ്പം എന്റെ കിടക്കയിൽ നിന്ന് ഞാൻ ചാടി എഴുന്നേൽപ്പാൻ ഇടയായിട്ടില്ല. ചാടി എഴുന്നേറ്റിട്ട് പാസ്റ്റർ എന്റെ കൈക്ക് പിടിച്ച് ഞാൻ അവിടുന്ന് നടക്കാനിടയെ എന്റെ ബെഡിൽ നിന്ന് ഇറങ്ങി നടന്ന് ഞാൻ പെതുക്കെ പ്രേയർ നടക്കുന്ന ഹാളിലേക്ക് ഞാൻ വരാനിടയായിരുന്നു. ശക്തമായിട്ടുള്ള ആരാധന എന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടാൻ ഇടയായിരുന്നു. അന്ന് ദൈവം എന്നെ ആരോഗ്യത്തോടെ എന്നെ ആ റൂമിനകത്ത് കൊണ്ടുവന്ന് ഒരിക്കലും എഴുന്നേറ്റ് നടക്കത്തില്ലെന്ന് വിധി എഴുതിയവരുടെ മുൻപിൽ ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചു. എന്റെ വീടിന്റെ പരിസരത്തൊക്കെ എന്റെ വീടിന്റെ പരിസരത്തൊക്കെ മുസ്ലിംസ് ഒക്കെയാണ് കൂടുതലുള്ളത്. ഞാൻ എഴുന്നേറ്റ് നടന്നറിഞ്ഞപ്പം അവർക്കൊക്കെ ഒരു അത്ഭുതമാണ്, ഇത് എങ്ങനെ സംഭവിച്ച്. ഞാൻ ഹോസ്പിറ്റലിൽ വീട്ടിൽ വന്നപ്പം അടുത്തുള്ള ഈ മുസ്ലിം സഹോദരങ്ങളൊക്കെ എന്നെ വന്ന് കണ്ടു. ഞാൻ കിടക്കുന്ന രീതി, കാരണം കിടക്കയിൽ എഴുന്നേറ്റ് ഒന്നും സ്വയമേ ഒരു കാര്യവും ചെയ്യാതെ തളർന്നു കിടക്കുന്ന എന്നെ വന്ന് കണ്ട് അതിന്റെ 2-3 ദിവസം കഴിഞ്ഞപ്പം ഞാൻ എഴുന്നേറ്റ് നടക്കുന്നപ്പോ ഇതൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ പിച്ച വെച്ച് ഒരു കുഞ്ഞങ്ങനെ പിച്ച വെച്ച് നടക്കുന്നത്, അതുപോലെ പിച്ച വെച്ച് നടക്കുന്ന കണ്ടപ്പം എല്ലാവർക്കും അത്ഭുതമായിരുന്നു. ഇന്നലെ വരെ തളർന്നു കിടന്ന ഒരു വ്യക്തിയാണോ ഈ എഴുന്നേറ്റ് നടക്കുന്നതെന്ന് എന്നോട് ചോദിപ്പാൻ ഇടയായിരുന്നു. പക്ഷെ അവരുടെയൊക്കെ മുൻപിൽ ഒരു സാക്ഷ്യം ആകുവാൻ കർത്താവിനെ സഹായിച്ചു. അന്ന് മുതൽ ദൈവം എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ
18-ലാണ് ഞാൻ ഈ രാജ്യത്തിൽ വരുന്നത്. 2011 എന്നെ 40 ദിവസത്തെ വിസിറ്റിങ്ങിൽ എന്നെ വിടുവിച്ച ദൈവത്തെ സാക്ഷീകരിപ്പാൻ ദൈവസഭകൾ ഇവിടെ പ്രാർത്ഥിച്ച അനേക ദൈവസഭകളിൽ പ്രാർത്ഥിപ്പാൻ സാക്ഷിയാവാൻ എന്നെ ഈ ദേശത്ത് എന്നെ കൊണ്ടുവരാൻ ഇടയായിരുന്നു. 2011 ഞാൻ ഇവിടെ വന്നു. അതിനുശേഷം 40 ദിവസത്തെ വിസിറ്റിംഗ് വിസ കഴിഞ്ഞ് ഞാൻ നാട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം 2017 ഞാൻ ഇവിടെ വരാൻ ഇടയായിരുന്നു. അതിനിടയ്ക്ക് വെച്ച് ദൈവം ഒത്തിരി അത്ഭുത പ്രവർത്തികൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തു. 2018 ഞാൻ ഇവിടെ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ പിതാവിന് ഞാൻ പറഞ്ഞു, എൻ്റെ പിതാവിന് ദേവസ്വം ചേർക്കപ്പെട്ടു. എൻ്റെ പിതാവിന് 2016 അവസാനം 17 എൻ്റെ പിതാവിന് ഒരു അറ്റാക്ക് ഉണ്ടായി. 2-3 അറ്റാക്ക് ഉണ്ടായി. ഈ 2 അറ്റാക്ക് ഉണ്ടായ സമയത്ത് ഞങ്ങൾ അറിഞ്ഞില്ല. ഈ അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് അപ്പച്ചൻ ചാടി എഴുന്നേക്കും. അസ്വസ്ഥത ഉണ്ടാകുന്ന സമയത്ത് ചാടി എഴുന്നേറ്റ് അപ്പച്ചന്റെ ജ്യേഷ്ഠന്റെ അന്ന് വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അന്നേരം അപ്പച്ചന്റെ ജ്യേഷ്ഠന്റെ മോൻ അപ്പുറത്തുണ്ട്. അച്ചാച്ചനെ വിളിച്ചോണ്ട് വന്ന് ഹോസ്പിറ്റലിൽ പോകും. അങ്ങനെ ഈ ശാരീരികമായിട്ട് ഒത്തിരി അസ്വസ്ഥത വന്നപ്പം എൻ്റെ പിതാവിനെ ബൈപ്പാസ് സർജറിക്ക് വിധേയനാക്കി. ബൈപ്പാസ് സർജറി ഡോക്ടർ പറഞ്ഞു. ബൈപ്പാസ് സർജറിക്ക് അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് 2018 മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് ഏകദേശം 70 ദിവസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ പിതാവിന് ബൈപ്പാസ് സർജറിക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അന്നൊരു വില്ലയിലാണ് താമസിക്കുന്നത്. ഞാൻ റൂമിനകത്ത് ഞാൻ വീഴാൻ ഇടയായിരുന്നു. വീണ് എൻ്റെ ഈ വയ്യാത്ത കാലിന് ചെറിയൊരു ഈ കണ്ണിന്റെ ഭാഗത്ത്, നമ്മുടെ ഉപ്പൂറ്റിയുടെ ആ ഭാഗത്തായിട്ട് ചെറിയൊരു പൊട്ടലുണ്ടായ സമയത്ത് പ്ലാസ്റ്റർ ഇട്ട് എൻ്റെ കാലിന്റെ മുട്ടില്, കാരണം തളർന്ന കാലായിരുന്നു, ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് കാലിന്റെ മുട്ടിന്റെ ഭാഗത്ത് ബ്ലഡ് ക്ലോട്ടായി. ഞാനിവിടെ വേദനയായിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പിതാവിനോട് നാട്ടില് മെഡിക്കൽ കോളേജിൽ ബൈപ്പാസ് സർജറിക്ക് ഡേറ്റ് ഫിക്സ് ചെയ്ത സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനൊരു ചിന്ത വന്നു. കർത്താവെ, എൻ്റെ അപ്പത്തിന് പെട്ടെന്നൊരു ഈ ബൈപ്പാസ് സർജറി ചെയ്യേണ്ടി വന്നാല് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റുമോ കർത്താവെ? ദൈവഹിതമല്ലെങ്കിൽ എൻ്റെ പിതാവിന്റെ ശരീരത്തിൽ കത്തി വെപ്പാൻ ഇടയാവില്ലേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ ഇടയായിരുന്നു. അന്ന് രാത്രി എൻ്റെ പെൺമാതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പെട്ടെന്ന് എന്നെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തിരിച്ചു വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഡോക്ടർമാര് 9% ഉറപ്പ് പറയുന്നുള്ളൂ. 10% പോലും ഈ ബൈപ്പാസ് സർജറി, കാരണം അപ്പച്ചന്റെ ആൻജിയോഗ്രാം ചെയ്ത CD ഒക്കെ കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബ്ലീഡിങ് ഉണ്ടാകാം, ലോകത്തുനിന്ന് മാറ്റപ്പെടുന്ന ഒരു അനുഭവമൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാം. മരണമല്ല വന്നു കഴിഞ്ഞാൽ ഞങ്ങളോട് പിന്നെ നിങ്ങളോട് പറയാതെ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാൻ പറഞ്ഞു. നിങ്ങൾ എത്ര മക്കളാണ്, അതുകൊണ്ട് മക്കളെല്ലാം കൂടെ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാൻ പറഞ്ഞു. അന്നേരം ഈ തീരുമാനിക്കുന്ന അതിനു മുമ്പേ ഞങ്ങളുടെ ദൈവസഭയിലെ ദൈവമക്കളും എല്ലാം പറയുന്നത്, എന്തിനാ വാവച്ചാനെ ഓപ്പറേഷൻ ചെയ്യുന്നത്? വാവച്ചാൻ കഴിഞ്ഞോണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് വിശ്വാസത്തോടെ നമുക്ക് വാവച്ചാനെ നമുക്ക് ഇപ്പോൾ നിലനിർത്താം. നമുക്ക് ദൈവം പ്രവർത്തിക്കും, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വിശ്വാസത്തിന്റെ വാക്കുകളാണ് പറഞ്ഞത്. അന്നേരമാണ് ഡോക്ടേഴ്സ് ഈ നെഗറ്റീവ് പറയുന്നത്. അന്നേരം അമ്മ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന് ഓപ്പറേഷൻ വേണ്ട, അപ്പച്ചനെ തിരിച്ചു വീട്ടിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഡോക്ടർമാര് 24 മണിക്കൂറാണ് ഡോക്ടർമാർ എൻ്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞത്. ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലോകത്തുനിന്ന് മാറ്റപ്പെടാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ദൈവത്തിന്റെ കൃപ എൻ്റെ പിതാവ് പിന്നെ ഒരു 5 വർഷം കൂടെ ജീവിപ്പാനിടയായിത്തീർന്നു. 5 വർഷം കൂടെ ഈ ഭൂമിയിൽ എൻ്റെ പിതാവ് ആയുസ്സോടെ ആരോഗ്യത്തോടെ ജീവിപ്പാനിടയായിത്തീർന്നു. 5 വർഷം കഴിഞ്ഞ ശേഷമാണ് എൻ്റെ പിതാവ് ഭൂമിയിൽ മാറ്റപ്പെടാൻ ഇടയായിത്തീർന്നത്. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ ദൈവിക പ്രവൃത്തികളും, ഞാനിത് പറഞ്ഞത്, ദൈവം നമ്മളെ വിടുവിക്കുന്ന ദൈവം, ജീവിക്കുന്ന ഒരു ദൈവം. അവൻ നമ്മുടെ സകല കഷ്ടങ്ങളിലും കൂടെ ഇരുന്ന് നമ്മെ ആശ്വാസത്തോടെ, ലോകം വിധി എഴുതും, വൈദ്യശാസ്ത്രം വിധി എഴുതും, സകലരും വിധി എഴുതും. പക്ഷെ ആ രേഖകളെയൊക്കെ ലോകം എഴുതുന്ന വിധിയെയും വൈദ്യശാസ്ത്രം എഴുതുന്ന വിധിയൊക്കെ തിരുത്തി കുറിച്ച് ദൈവത്തിന്റെ രേഖയാക്കി ജയമാക്കി തരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. ആ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം പെട്ടെന്ന് എൻ്റെ ഈ കാലിന് അല്പമല്ലാത്ത പ്രയാസം വന്ന് ഞാൻ നാട്ടിൽ പോയി. ചില മാസങ്ങള് 2018 ഞാൻ എൻ്റെ ഭവനത്തിലായിരിക്കാനിടയായിരുന്നു. 2018 നവംബർ മാസത്തിൽ പിന്നെ ഞാൻ ഈ രാജ്യത്തിലേക്ക് വരാൻ ഇടയായിരുന്നു. ഇവിടെ വന്ന് 2019 എന്നെ ദൈവത്തിന്റെ ആത്മാവിനെ ഉറപ്പിച്ച് എന്നെ ബലപ്പെടുത്തിയ ഒരു സാക്ഷ്യമാണ്. 2019 ഏകദേശം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 3 മാസമായിട്ട് ദൈവാത്മാവിന് ഒരു വെളിപ്പാട് കാണിപ്പാനിടയായിരുന്നു. ഞാൻ കാണുന്ന വെളിപ്പാട് ഇതാണ്. ഒരു വീട് പണിയാണ് ഞാൻ കാണുന്നത്. വീട് പണിയുന്ന സമയത്ത് ഞാൻ അന്നേരം എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു,
അച്ഛാ നമ്മൾ വീട് വെക്കാൻ പോകുന്നു, കാരണം എനിക്ക് അതുവരെ വീടായിട്ടില്ലായിരുന്നു. നമ്മൾ വീട് പണി ആരംഭിക്കാൻ പോവുക അച്ഛാ എന്ന് ഞാനിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ 2019 മെയ് മാസത്തില് 26-ാം തീയതി എൻ്റെ മാതാവ് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. എൻ്റെ മാതാവിന് ഷുഗറിന്റെ അസ്വസ്ഥത ഉണ്ടായിരുന്നു, ക്രിയാറ്റിനൊക്കെ കൂടി. അങ്ങനെ ഒരു അനുഭവത്തിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് മാതാവ് ലോകത്തുനിന്ന് മാറ്റപ്പെടാൻ ഇടയായിട്ടുള്ളത്. അങ്ങനെ എൻ്റെ മാതാവിന്റെ അന്ന് ഞാൻ ഇവിടെ ഈ രാജ്യത്താണ്, പക്ഷെ ഇവിടുന്ന് ഞാൻ മരണം അറിയാതെയാണ് ഞാൻ എൻ്റെ ഭവനത്തിൽ ചെല്ലുന്നത്. അന്ന് രാവിലെ പ്രഭാതത്തിൽ എൻ്റെ മാതാവ് മരിക്കുന്നതിൻ്റെ പ്രഭാതത്തിൽ ദൈവാത്മാവിനെ ബലപ്പെടുത്താൻ വേണ്ടി എന്നെ ഒരു വെളിപ്പാട് കാണിച്ച് എന്നെ ഒത്തിരി ബലപ്പെടുത്താൻ ഇടയായിരുന്നു. ഞാനൊരു ടാർപ്പ ഇട്ട വീട്ടിലേക്ക് ഞാൻ ചെന്ന് കയറുന്നു. എന്നെ കൊണ്ടുപോകാൻ 2 വെള്ള ഡ്രസ്സ് ഇട്ട 2 പേര് എന്നെ കൊണ്ടുപോകാനായിട്ട് വന്നിരിക്കുക. അന്നേരം എൻ്റെ അച്ചായൻ പറയുന്നത്, ഇവിടെ ഞാൻ അങ്ങനെ നിങ്ങളെ തന്നു കൊടുത്തില്ല, ഞാൻ കൊണ്ടുവരാം. അങ്ങനെ എന്നെ കൊണ്ടുവന്ന് ഞാൻ ഈ ടാർപ്പ ഇട്ട വീട്ടിലോട്ടാണ് വന്നത്. ഞാൻ ഓർത്ത് എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, എന്താ ഞാൻ ഇങ്ങനെ കാണുന്നത്, ഇതിന്റെ അർത്ഥം എന്തോന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ എൻ്റെ മാതാവ് മരിച്ചതിന്റെ 2019 മെയ് 27-ാം തീയതി ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെന്ന് കയറുന്നത് ഈ നീല ടാർപ്പ ഇട്ട വീട്ടിലേക്കാണ് ഞാൻ ചെന്ന് കയറുന്നത്. എൻ്റെ മാതാവിന്റെ ഫ്യൂണറൽ സർവീസ് ഒക്കെ കഴിഞ്ഞ് ആദ്യത്തെ ഞായറാഴ്ച ഞാൻ ഏകദേശം, എനിക്ക് ആ സമയത്ത് എൻ്റെ മാതാവിന്റെ മരണത്തോടെ എൻ്റെ ശരീരത്തിന്റെ പ്രവർത്തനം, എൻ്റെ ശാരീരിക ശരീരത്തിന് പോലും മാറ്റങ്ങൾ സംഭവിക്കാൻ ഇടയായിരുന്നു. ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒത്തിരി വ്യത്യാസം വരാൻ ഇടയായിരുന്നു. ഞാൻ ഒത്തിരി മാനസികമായിട്ട് പക്ഷെ മറ്റുള്ളവർ നോക്കുമ്പം ഞാൻ ബെൻസി ഒത്തിരി ബോൾഡായിട്ടിരിക്കുകയാണ്, പക്ഷെ മാനസികമായിട്ട് ഒത്തിരി തളർന്ന് എന്താ പറയേണ്ടത്, എന്താ സംസാരിക്കേണ്ടെന്ന് പോലും അറിയാതെ ഞാൻ ഒത്തിരി മാനസികമായിട്ട് തളർന്നിരിക്കുന്ന സമയത്ത് അതിന്റെ ബോഡിയിൽ പോലും ഞാൻ അത് അനുഭവിച്ചറിയാൻ ഇടയായിട്ടുണ്ട്. ഒരു ദിവസം, അതായത് എൻ്റെ മാതാവിന്റെ മരണത്തിന്റെ ഫ്യൂണറലൊക്കെ കഴിഞ്ഞ ആദ്യത്തെ ഞായറാഴ്ച ഏകദേശം ഒരു 2:30 കഴിഞ്ഞപ്പോ ഞാൻ ദൈവസ്ഥാനം, അന്നൊന്നും എനിക്ക് ഉറക്കമില്ല, രാത്രിയിലൊന്നും എനിക്ക് ഉറക്കമില്ല. ഞാൻ ദൈവസ്ഥാനം എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമല്ല, ഞാൻ എഴുന്നേറ്റ് തലയിൽ ഇങ്ങനെ തുണി ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ കുനിഞ്ഞിരുന്നപ്പം ദൈവത്തിന്റെ ആത്മാവ് എന്റെ കാതിൽ വന്ന് ഞാൻ ദൈവശബ്ദം ഒരു ശബ്ദം കേൾക്കുക, കുഞ്ഞ നീ എന്തിനാ ഭാരപ്പെടുന്നത്, നിന്നെ കാണിച്ച വീട് പണി എന്താ, ആ വീടിന്റെ പണി പൂർത്തീകരിച്ച് നിന്റെ അമ്മയ്ക്കുള്ള വീടിന്റെ പണിയായിരുന്നു പൂർത്തീകരിച്ചത്. നിന്റെ അമ്മയെ സ്വന്തം വീട്ടിലേക്ക് വന്ന് നീ പിന്നെ എന്തിനാ ഭാരപ്പെടുന്നത്, നിന്നെ കാണിച്ചതല്ലേ, നിന്നെ ബലപ്പെടുത്തിയതല്ലേ, പിന്നെന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നത്, നീ വേദനിച്ചിരിക്കുന്ന എന്തിനാ. ഈ വെളിപ്പാട് ഞാൻ ആ സമയം വരെ എൻ്റെ മൈൻഡിലേ ഇല്ലാതിരുന്ന ആ വെളിപ്പാട് ഞാൻ കാതിൽ കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പെട്ടെന്ന് എൻ്റെ അച്ഛനെ അച്ഛനെ വിളിച്ചോണത്തുക. ഏകദേശം 3 മണി ആവുന്നേ ഉള്ളൂ. വിളിച്ചോണത്തിന് ഞാൻ പറഞ്ഞു അച്ഛൻ. പക്ഷെ അച്ഛൻ ആ സമയത്ത് വിചാരിക്കുന്നത് ഞാൻ മാനസികമായിട്ടൊക്കെ ഇങ്ങനെ തളർന്നിരിക്കില്ല, എന്തുവാ. ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ ദൈവം എൻ്റെ മാതാവിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭവനത്തിലേക്കാ പോയിരിക്കുന്നത്. എന്നെ അവിടെ ഒരു ദൈവം എന്നെ ബലപ്പെടുത്താൻ ഇടയായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവേ, ദൈവം തന്ന ബലം, ദൈവത്തിന്റെ ബലം എന്തുവാ. ദൈവം നമുക്കൊരു ഉറപ്പ് തരുന്നത്. ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്, പക്ഷെ ആ കഷ്ടങ്ങളെയൊക്കെ തരണം ചെയ്ത ഒരു ദൈവത്തെയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ചിന്തിപ്പാൻ ഇടയായിരുന്നു. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സ്നേഹമൊക്കെ നമ്മളിലേക്ക് വ്യാപരിച്ചു കഴിയുമ്പം യേശുവിനെ പോലെ ആകാനല്ലേ യേശു പറഞ്ഞത്. പാട്ടുകാരനും അങ്ങനെ പറഞ്ഞു, യേശുവിനെ പോലെ ആകാനും യേശുവിനോട് ചേരാന്. അങ്ങനെ ആ യേശുവിനോട് ചേർന്ന് കഴിയുമ്പം നമ്മളിലേക്ക് വ്യാപരിക്കുന്ന ആ ദൈവ സാന്നിധ്യം, ഞാൻ ഒത്തിരി ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയായിരുന്നു. അതിനുശേഷം ഈ കോവിഡൊക്കെ വന്ന സമയത്ത് 2022 2 വർഷം നമുക്ക് നാട്ടിലൊന്നും പോകാൻ, ഫ്ലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നാട്ടിലോട്ടൊന്നും പോകാൻ പറ്റാതിരുന്ന ആ സമയത്ത് ഞാനിങ്ങനെ 2022 ഫെബ്രുവരി മാസത്തില് ഞാൻ എൻ്റെ ഈ റൂമിനകത്ത് ഞാൻ പ്രാർത്ഥനയും ഉപവാസവുമായിട്ട് തന്നെ ഞാൻ ഈ രാജ്യത്തിൽ ഇങ്ങനെ എൻ്റെ ഈ റൂമിനകത്ത്, ഈ റൂമല്ല, അതിന് തൊട്ട് താഴത്തെ ഒരു റൂമായിരുന്നു. ഞങ്ങൾ ഇപ്പൊ ഈ റൂമിലോട്ട് കയറിയിട്ട്, ഈ ഫ്ലാറ്റിലോട്ട് കയറിയിട്ട് 2 വർഷം ആവുന്നുള്ളൂ. ഈ ബിൽഡിങ്ങിൽ ഈ ഭാഗത്തോട്ട് കയറി. അതിനു മുമ്പ് ഞങ്ങൾ 1ാമത്തെ നിലയിലായിരുന്നു. അവിടെ ഞാൻ ആ റൂമിനകത്ത് പ്രാർത്ഥനയും ഉപവാസവുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഫെബ്രുവരി 22-ാം തീയതി 2022 ഫെബ്രുവരി 22-ാം തീയതി പെട്ടെന്ന് എനിക്കൊരു ശരീരത്തിന് പനി, തലവേദനയും പനിയൊക്കെ വന്ന് എന്നെ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിനെ കൊണ്ടുപോയി. പക്ഷെ അന്നേരം അവിടെ ചെന്നപ്പോ എനിക്ക് അവിടെ അസ്റ്ററിൽ കൊണ്ടുവന്നപ്പം എൻ്റെ മെഡിക്കലിന്റെ ഇതൊന്നും എനിക്ക് അവിടെ പറ്റാത്തതുകൊണ്ട്
പിന്നെ ഇൻഷുറൻസ് ഒന്നും അവിടെ എടുക്കാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ഷാർജയിലോട്ട് വന്നു. ദുബൈയിലാണ് പോയത്. ദുബൈയിൽ നേരെ ഷാർജ വന്നു. ഷാർജ വന്നിട്ട് ഞങ്ങൾ ഇവിടെ അടുത്തൊരു ക്ലിനിക്കിൽ, ഇവിടെ അടുത്തൊരു ക്ലിനിക്കിൽ ചെന്നപ്പം അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ച ആ ഡോക്ടർ എനിക്കൊരു ഒരു പനഡോളിന്റെ ഒരു ഗുളിക എൻ്റെ കയ്യിൽ തന്നു. ഈ പനഡോളിന്റെ ഗുളിക എൻ്റെ കയ്യിൽ തന്ന് ഞാൻ ആ ഗുളികയുമായിട്ട് ഞാൻ ഒരിടത്ത് ചെന്ന് ഇരുന്ന് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ തിരിഞ്ഞതും പെട്ടെന്ന് എൻ്റെ ശരീരത്തിന് ആദ്യത്തെ ആ അനുഭവം പോലെ എൻ്റെ ഈ ഇടത് സൈഡിൽ പിന്നെ തളരാൻ ഇടയായിരുന്നു. ഞാൻ അന്ന് അച്ഛനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, ഞാൻ ഉടനെ എൻ്റെ അച്ഛനെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അച്ഛാ, എനിക്ക് ആ പഴയ അസ്വസ്ഥത എനിക്ക് ഉണ്ടാവുന്നു, എൻ്റെ കാല് തളർന്ന് എന്നെ പിടിച്ചോണം, ഞാൻ ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട്, എന്നെ പിടിച്ചോണേന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങി എൻ്റെ ഈ ഇവിടെ വന്ന് ഫ്ലാറ്റിൽ വന്ന് എൻ്റെ റൂമിനകത്ത് കയറി. ഞാൻ ഏകദേശം 4 ദിവസം ഞാൻ ഈ ഫ്ലാറ്റിനകത്ത് എൻ്റെ റൂമിൽ 4 ദിവസം ഞാൻ ബോധമില്ലാതെ ഞാൻ കിടപ്പാനിടയായിട്ടിരുന്നു. ഒരു ട്രീറ്റ്മെന്റും ഇല്ല, ഒരു മരുന്നോ അല്ലെങ്കിൽ ഡോക്ടറെ കാണുകയോ ഒന്നും ചെയ്തില്ല. ഈ റൂമിനകത്ത് അബോധാവസ്ഥയിൽ ബോധമില്ലാതെ ഞാൻ ഈ റൂമിനകത്തായിരിക്കാനിടയായിരുന്നു. കാരണം ആ 4 ദിവസം അങ്ങനെ തന്നെ എന്നെ കാരണം ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ചികിത്സിക്കാൻ പറ്റില്ല. കാരണം നാട്ടിലെ ചികിത്സ, നാട്ടിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയായതുകൊണ്ട് നാട്ടിൽ തന്നെ കൊണ്ടുപോകാം എന്നുള്ള, നാട്ടിലോട്ട് തന്നെ പോകാം എന്നുള്ള ആ ഒരു തീരുമാനത്തിലായിരുന്നു. എന്നിട്ട് അച്ഛന് പാസ്പോർട്ട് കിട്ടണമായിരുന്നു, ഓഫീസിൽ നിന്ന് ലീവ് കിട്ടണമായിരുന്നു. ഇതൊക്കെ കിട്ടേണ്ടത് കൊണ്ട് മാത്രം ഈ 4 ദിവസം ഞാൻ നിൽക്കാൻ നിലയായിട്ടുണ്ട്. ഈ 4 ദിവസവും ഞാൻ ഈ ഭവനത്തിനകത്ത് ഒരു ബോധവുമില്ലാതെ അബോധാവസ്ഥയിൽ ഞാൻ കിടക്കുകയാണ്. പക്ഷെ ഈ 4 ദിവസത്തെ കാര്യങ്ങൾ എന്തുവാന്ന് എനിക്കറിയത്തില്ല. പലരും എന്നെ കാണാൻ വന്ന പലരും പറയുന്നത്, ഞങ്ങൾ കാണാൻ ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചിവിടെ വന്നപ്പം എന്നോട് പറഞ്ഞു, ബിൻസിസ്റ്ററെ കാണാൻ ഞങ്ങൾ വന്നായിരുന്നു, ബിൻസിസ്റ്റർ ഓർമ്മയുണ്ടോ? അവര് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നെ ഇന്ന ആൾക്കാരൊക്കെ കാണാൻ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അങ്ങനെ 4-ന്റെ അന്ന് എന്നെ ഇവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ട് ഇവിടുന്ന് ഷാർജയിൽ നിന്ന് ഞങ്ങൾ പോകാനായിട്ട് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ വെറും 4 പോയിന്റേ ഉള്ളൂ. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ 4 പോയിന്റ് മാത്രമാണ് എൻ്റെ ശരീരത്തിൽ അന്നത്തെ ഹീമോഗ്ലോബിൻ. ആ ബ്ലഡ് അതുമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് എനിക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകള്. പക്ഷെ ആ സമയത്തൊക്കെ അച്ഛൻ പ്രാർത്ഥിച്ച് എൻ്റെ കൂടെ എന്നെ പ്രാർത്ഥിച്ച് എന്നെ നിർത്താൻ ഇടയായിത്തീർന്നു. ഞാൻ നാട്ടിൽ ചെന്നപ്പം എല്ലാവരും എന്നോട് ചോദിച്ചു, ബിൻസി എൻ്റെ കൂടെ പ്രേയറിന് കയറുന്ന പലരും, ബിൻസി എങ്ങനെ ഫ്ലൈറ്റിൽ കയറി എന്നൊക്കെ എന്നോട് ചോദിപ്പാനായിരുന്നു. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ വല്ല സിസ്റ്റർ പക്ഷെ ഞാൻ പറയും, എനിക്കതൊന്നും ഓർമ്മയില്ല സിസ്റ്ററെ, ഫ്ലൈറ്റിൽ കയറിയപ്പോ എന്തോ. പക്ഷെ എൻ്റെ അച്ഛൻ വന്ന് ഭയങ്കര അസ്വസ്ഥതകളും പിന്നെ അവര് അച്ഛൻ പ്രാർത്ഥിക്കുന്നു, കർത്താവെ ഇടയ്ക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കല്ലേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ കൃപയിൽ എന്നെ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് അവിടെ നേരെ എന്നെ മെഡിക്കൽ കോളേജിലേക്ക് ആ പഴയ ഡോക്ടറെ തന്നെ കൊണ്ടുവന്നു. ആ ഡോക്ടർ എന്നെ കണ്ടോ എന്നെ പറഞ്ഞ് പെട്ടെന്ന് പോയി MRI എടുക്കാൻ പറഞ്ഞു. MRI എടുത്തപ്പോഴേ ഡോക്ടർ പറഞ്ഞിട്ട് പഴയ അസുഖം തന്നെ, കാഷ്വാലിറ്റി കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. അങ്ങനെ കാഷ്വാലിറ്റി കൊണ്ടുവന്ന് എന്നെ അഡ്മിറ്റ് ആക്കി. ഞാൻ അവിടെ അഡ്മിറ്റ് ആയതിന്റെ 3-ന്റെ അന്ന് ഞാനിങ്ങനെ ദൈവസന്ധി എഴുന്നേറ്റിങ്ങനെ എന്റെ കിടക്കയിൽ ഞാനിങ്ങനെ എഴുന്നേറ്റിരിക്കുന്ന സമയത്ത് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥന, കർത്താവെ പഴയതുപോലെ കിടപ്പിലാക്കല്ലേ കർത്താവെ, പഴയതുപോലെ ഞാൻ കിടപ്പിലായി കഴിഞ്ഞാൽ എന്നെ അന്ന് മാതാവ് എൻ്റെ അടുത്ത് തന്നെ നിന്നു. പക്ഷെ ഇപ്പം മാതാവില്ല. അച്ഛൻ എൻ്റെ അടുത്ത് തന്നെ നിൽക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. പല പല ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളുണ്ട്. അവസാനം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ അന്ന് ഞാൻ പെട്ടെന്ന് എന്തോ എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ നല്ലപോലെ അനുഭവിച്ച ഒരു ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാവ്. ഞാനിങ്ങനെ കിടക്കയിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ചുറ്റും പരിശുദ്ധാത്മാവിന്റെ വലിയൊരു വളയം എന്നെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഒരു ബലത്തിൽ ഞാൻ അതുവരെ ഞാൻ എന്നെ വീൽ ചെയറിൽ എന്നെ ടോയ്ലറ്റിലൊക്കെ എന്നെ ബാത്റൂമിലോട്ട് എന്നെ കൊണ്ടുപോയ സമയത്ത് അന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു, 3-ന്റെ അന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എൻ്റെ കയ്യിൽ പിടിച്ചാൽ മതി, എനിക്ക് വീൽ ചെയർ വേണ്ട, ഞാൻ പെതുക്കെ നമുക്ക് ബാത്റൂമിലോട്ട് ഞാൻ നടക്കാം, അച്ഛൻ എൻ്റെ കൈ പിടിച്ചാൽ മതി. അച്ഛൻ നീ നടക്കത്തില്ല, കാല്. ഇല്ല, എനിക്ക് ഉറപ്പുണ്ട് ദൈവം എന്നെ നടത്തും. അങ്ങനെ 3-ാമത്തെ ദിവസം ഇവിടുന്ന് ഒരു ബോധമില്ലാതെ പോയ എന്നെ 3-ാമത്തെ ദിവസം ഞാൻ എൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ച് ഞാൻ ബാത്റൂമിലൊക്കെ തന്നിപ്പാൻ ഇടയായി തീർന്നു. അവിടുന്ന് ഒരാഴ്ച ഞാൻ ആ മെഡിക്കൽ കോളേജിൽ കിടന്നതിന് ശേഷം എൻ്റെ പുല്ലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് എന്നെ മാറ്റാൻ ഇടയായിത്തീർന്നു. എന്നാലും ഞാൻ കഴിക്കുന്ന ഗുളിക വാർഫാരിൻ എന്ന് പറഞ്ഞ മെഡിസിൻ, എൻ്റെ ഒരു PT INR എന്ന് പറഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അത് ഓരോ ദിവസവും ഇടവിട്ട് ചെയ്ത് ബ്ലഡിന്റെ റിസൾട്ട് എടുത്തിട്ട് ആ റിസൾട്ട് അനുസരിച്ചാണ് എൻ്റെ മെഡിസിൻ ചേഞ്ച് ചെയ്യുന്നത്.
എത്ര എത്ര മില്ലി കഴിക്കണം എന്നുള്ളത് ഓരോ ദിവസം ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് ഒന്നടവിട്ട് ഈ മെഡിസിൻ കഴിക്കുന്നതോടൊപ്പം തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എല്ലാ ദിവസവും രാവിലെ വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടതിന് എന്നെ പോലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ആക്കി. ഒരു ദിവസം എന്നെ അഡ്മിറ്റ് ആക്കി 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ രാത്രിയിലാണ് അവിടെ ലേഡീസ് വാർഡായതുകൊണ്ട് അവിടെ അച്ചായനോടെ നിൽക്കാൻ പറ്റത്തില്ല. രാത്രി അച്ചായൻ വെളിയിൽ പോകണം. ഞാനിങ്ങനെ രാത്രി എൻ്റെ കിടക്കയിൽ ഞാൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എനിക്കെന്തോ ശരീരത്തിൽ ഭയങ്കര അസ്വസ്ഥത, എനിക്ക് മരണവെപ്രാളം, ഞാൻ മരിച്ചു പോകുന്നൊരു അനുഭവത്തിലൂടെ ഞാൻ പോവുക. പെട്ടെന്ന് എനിക്ക് എഴുന്നേൽക്കണം, എനിക്കെന്നാൽ ഒറ്റയ്ക്ക് എഴുന്നേൽക്കാനും പറ്റത്തില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ കിടക്കുന്ന ബെഡിന്റെ അടുത്തൊരു കമ്പി കിട്ടി, പിടുത്തം കിട്ടി. പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് ഞാൻ തലയിൽ തുണിയിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിപ്പാനിടയായിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച, കർത്താവേ, ഞാൻ ഇവിടെ കിടക്കുന്ന കിടപ്പില് എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ഞാൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടേണ്ടി വന്നാൽ, എൻ്റെ അച്ഛൻ രാവിലെ വന്ന് നോക്കുമ്പോൾ എൻ്റെ ബോഡിയാണോ കർത്താവെ കാണുന്നത്? അതിനിടെ കാരണം ഞാനിങ്ങനെ ചിന്തിച്ച് അന്ന് 2009 എനിക്ക് ഈ അസ്വസ്ഥ വന്നപ്പോൾ ഞാൻ ദൈവത്തോട് ചോദ്യം ചോദിച്ചു, കർത്താവെ, എന്നെക്കുറിച്ചുള്ള പദ്ധതി ഇതാണോ? എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നിയോഗം ഇതാണോ? എൻ്റെ ശുശ്രൂഷ തീർന്നു ഇവിടെ? എൻ്റെ ശുശ്രൂഷയൊക്കെ ഇവിടെ? എന്നോട് പറഞ്ഞ വാഗ്ദത്തം എവിടെയാ? എന്നോട് പറഞ്ഞുള്ള വാഗ്ദത്തം എവിടെ? കാരണം ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ഞാൻ ഇറങ്ങി തിരിച്ചതേ ഉള്ളൂ. കർത്താവിന്റെ വേല ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നെ കുറിച്ചുള്ള വാഗ്ദത്തം എവിടെ? ഞാൻ ചെയ്യേണ്ട ശുശ്രൂഷ എവിടെ? ഞാൻ ഒത്തിരി ദൈവത്തോട് ചോദ്യം ചോദിപ്പാനിടയായിട്ടത്. ഞാൻ അന്ന് രാത്രി ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവിന്റെ വേല പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ദൈവം തന്ന ഈ ആയുസ്സില് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ പൂർത്തീകരിക്കാതെ എന്നെ നീ മടക്കി വിളിക്കുവാണോ? അതാണോ നിന്റെ ഉദ്ദേശം എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ സംസാരിച്ചു, ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവം, മരണത്തിന്റെ നീക്കുപോക്കൾ യഹോവയ്ക്കുള്ളതെന്ന്. ഞാൻ ആ വാക്യം എന്റെ നാവിൽ കൂടി ഉച്ചരിക്കുന്ന സമയത്ത് ഞാന് അതുവരെ ആ വാക്യത്തിന്റെ എനിക്കൊരു ഓർമ്മയില്ല. പക്ഷെ പരിശുദ്ധാത്മ പെട്ടെന്ന് ഈ വാക്യം എന്റെ അതിർത്തി തന്നു. ഞാൻ ഈ വാക്യം ഉച്ചരിക്കാനിടയായിരുന്നു. പല തവണ ആവർത്തിച്ച് പറയാനിടയായിരുന്നു. ദൈവ ഉദ്ധാരണങ്ങളുടെ ദൈവം, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് യഹോവയ്ക്കുള്ളത് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് എനിക്ക് ആ വചനം എനിക്ക് കിട്ടിയപ്പോഴത്തെ എനിക്ക് ഭയങ്കര ബലം എന്റെ മനസ്സിനും ശരീരത്തിനും ഞാൻ അനുഭവിപ്പാനിടയായിരുന്നു. ഞാൻ എൻ്റെ കിടക്കയിൽ കിടന്നിട്ട് പ്രഭാതത്തിൽ എനിക്ക് ബൈബിൾ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് ആ സങ്കീർത്തനം എനിക്ക് കിട്ടാനിടയായിരുന്നു. ഞാൻ ദൈവത്തെ ഒത്തിരി മഹത്വപ്പെടുത്തും. പിറ്റേ രാവിലെ പ്രഭാതത്തിൽ അച്ഛൻ എന്നെ വന്ന് വിളിക്കുമ്പോൾ ഞാൻ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഇന്നലെ രാത്രി ഭയങ്കര അസ്വസ്ഥത എനിക്കുണ്ടായി, ഞാൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടേണ്ടുന്നൊരു അനുഭവം എനിക്കുണ്ടായി. പക്ഷെ ദൈവം എന്നെ അവിടുന്ന് വിടുവിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇല്ലെങ്കിൽ ദൈവം എന്നെ വിടുവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോ രാവിലെ അച്ഛൻ വരുമ്പം എന്നെ ജീവനോടെ കാണത്തില്ലായിരുന്നു ഞാൻ പറഞ്ഞു. പക്ഷെ ഇന്നും ദൈവം ആയുസ്സോടെ ആരോഗ്യത്തോടെ ദൈവം നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്റെ റൂമിനകത്തിരുന്നുകൊണ്ട് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്യുവാൻ കർത്താവിന്റെ ആത്മാവിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. മരിക്കയില്ല, ജീവനോടെ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ വന്നിക്കാൻ. പലപ്പോഴും ഞാൻ ദൈവത്തോട് ചോദിക്കും, കർത്താവെ, എന്നോടുള്ള പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങളും എന്നോട് പറഞ്ഞിട്ടുള്ളതായ സ്തോത്രം ഞാൻ ചെയ്തെടുക്കേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്തെടുക്കാൻ കഴിയത്തില്ല. ശരീരത്തിന് ഓരോ ദിവസവും ഓരോ ബലഹീനാവസ്ഥയിലാണ്. ഓരോ രാത്രിയിലും ഒത്തിരി ഭാരത്തോടെ ആയിരിക്കും ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത്. കാരണം രാത്രി എനിക്ക് ചില സമയങ്ങളിലൊക്കെ ഉറക്കം നഷ്ടപ്പെടുന്ന അനുഭവമുണ്ട്. പക്ഷെ അവിടെയൊക്കെ ദൈവം എന്നെ ഉറപ്പോടെ ബലത്തോടെ നിർത്തിയിരിക്കുകയാണ്. ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. സ്തോത്രം. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ദൈവമേ, ഈ വചനം എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ഭൂമി കാണത്തില്ലായിരുന്നു. ഈ വചനമാണ് എന്നെ നിർത്തിയിരിക്കുന്നത്. ഞാൻ ദൈവത്തോട് ഞാൻ ചോദിക്കും, കർത്താവ്, എന്തുകൊണ്ടാണ് എൻ്റെ ചില വിഷയങ്ങൾക്ക് വിടുതലൊക്കെ കിട്ടാതിരിക്കുന്നു? ഇന്ന് ഞാൻ ഈ പറയുന്നത് എന്നെ കേൾക്കുന്ന ദൈവജനത്തിന് ബലമാകാൻ വേണ്ടി ഞാൻ ഈ ഒരു ഭാഗം എടുത്ത് പറയുന്നത്, ഈ ഒരു അനുഭവം പറയുന്നത്. ഞാൻ ദൈവത്തോട് എപ്പോഴും ചോദിക്കും, കർത്താവ്, എന്തുകൊണ്ടാ ഇങ്ങനെ ഈ സുഹൃത്ത് എനിക്കിങ്ങനെ സൗഖ്യം തന്നു, പക്ഷെ എന്നാലും ശാരീരിക ക്ഷീണങ്ങളാണല്ലോ എപ്പോഴും എൻ്റെ ശരീരത്തിൽ. ഞാൻ അന്നേരം ദൈവം എന്നോട് ചോദിക്കുന്നത്, വാഗ്ദത്തങ്ങളൊക്കെ എവിടെ എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ ദൈവം എന്നോട് പറയുന്നത്, എന്നെ ബലപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാ, കുഞ്ഞെ, നീ അപ്പോസ്തലനായ പൗലോസിന് ദൈവം ഒരു ശൂലം കൊടുത്തു. അത് നീ മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചു, 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, പക്ഷേ അത് മാറിപ്പോയില്ല, കൃപ കൊണ്ട് നിറച്ചു. ആമേൻ. ഞാൻ ആ വചനത്തിന് വെളിപ്പാടിനെ ഒത്തിരി ബലപ്പെടുത്താനിടയായി. പലപ്പോഴും ഞാൻ ആ വചന വെളിപ്പാട് എൻ്റെ ജീവിതത്തിന്റെ കഷ്ടത ഞാൻ ഓർക്കുമ്പോൾ എന്നെ പെട്ടെന്ന് ഈ വചന വെളിപ്പാട് ദൈവം എനിക്ക് ഉറപ്പ് തരുന്നത്, ബലം തരുന്നത്. ദൈവം നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞാൻ എപ്പോഴും ചോദിക്കുമ്പോൾ ദൈവം പറയുന്നതാ, നീ വലിയതെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് നീ വിടുതൽ കണ്ടിട്ടില്ലെങ്കിലും നിന്റെ എത്രയോ വിഷയങ്ങൾക്ക് വിടുതൽ തന്ന് ഞാൻ നിന്നെ ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നു.
നീ എൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കേണ്ടവളാണ്. എന്നെ ഒത്തിരി ദൈവം ബലപ്പെടുത്താൻ ഇടയായിത്തീരുന്നു. ആമേൻ. ദൈവം ചെയ്യുന്ന അസകല നന്മകൾക്കും ഉപകാരങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. എനിക്ക് ഒരു കാര്യമേ പ്രാർത്ഥിക്കാനുള്ളൂ. ജീവിക്കുന്ന നാളൊക്കെയും ഏൽപ്പിച്ച ശുശ്രൂഷ ഈ ശരീരത്തിൽ കർത്താവ് ആയുസിട്ടിരിക്കുന്നത് എന്ന് തിരിച്ച് എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. അത് നമ്മുടെ പദ്ധതിയല്ല, ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇവിടെ കയറി വരാൻ പറയുന്ന സമയത്ത് തിരിച്ച് കർത്താവ് പോകുമ്പോ ഒറ്റ കാര്യമുള്ളൂ. ആ പോകുന്നതിന് മുമ്പ് ദൈവം ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുമ്പോൾ ദൈവം എന്നിലൂടെ ചെയ്തെടുക്കേണ്ട ശുശ്രൂഷകള് ചെയ്തെടുക്കേണ്ട ശുശ്രൂഷ വിശ്വസ്തയോടുകൂടെ അപ്പന്റെ പാദപീഠത്തിൽ നിന്നുകൊണ്ട് അപ്പത്തിന്റെ പാദപീഠത്തിൽ താണിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ഉയർത്തിപ്പിടിക്കുവാൻ കർത്താവ് സഹായിക്കണമെന്നൊരു പ്രാർത്ഥന മാത്രമേ ജീവിതത്തിലുള്ളൂ. ഈ ലോകം നമുക്ക് എതിരായിട്ട് വരാം. ഈ ലോകം നമുക്ക് ഒരിക്കലും നല്ലത് തരത്തില്ല. ഈ ജഡത്തിലിരിക്കുമ്പം ഈ ശരീരം കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ശരീരത്തിൽ കഷ്ടതയും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോഴും അവിടെയൊക്കെ ദൈവം ഉറപ്പോടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, കൃപയൊന്നു മാത്രമാണ് ഇത്രത്തോളം ദൈവം നിർത്തിയിരിക്കുന്നത്. ഈ വചനം ചുമക്കാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല ഈ വചനം എടുക്കുമെന്ന്. പക്ഷെ എൻ്റെ ദൈവം എന്നെ കണ്ടതുകൊണ്ട് ഞാൻ ഈ ഭാഗത്ത് വന്നു. ദൈവത്തിന്റെ വേലയിൽ നിൽപ്പാൻ കർത്താവ് സഹായിച്ചു. കുടുംബമായിട്ട് കർത്താവിന്റെ വേലയിലായിരിക്കാൻ, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുവാൻ ഇന്നയോളം കർത്താവ് സഹായിക്കുന്ന ആ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി, സ്നേഹത്തിനായി, കരുണയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഇത്രത്തോളം സമയം എനിക്ക് അനുവദിച്ചെന്ന പ്രിയ ദേവദാസനുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാ ദൈവമക്കളെയും ദൈവത്തിന്റെ ആത്മാവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എനിക്കിങ്ങനെ അവസരത്തെ ഒരുക്കി തന്നത് പ്രമേള ശോധന എന്ന കർത്താൻ ദാസിയാണ്. ആ ദാസിയോടുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. സ്തോത്രം. പ്രിയ ബെൻസി റെജി സിസ്റ്ററിൻ്റെ ജീവിതത്തിലൂടെ ദൈവീയ ഇടപെടലുകളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്ത് ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ മറക്കാനാകാത്ത നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നതായ അത്ഭുത രോഗ സൗഖ്യവും മരണത്തിൽ നിന്നുള്ളതായ വിടുതലും ഒക്കെ. അതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കർത്താവിനെ അറിയുവാനും കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും ഒക്കെ പലരുടെയും ജീവിതത്തിൽ അത് മുഖാന്തരമായി തീരുന്നത്. ആമേൻ. എന്നാൽ അതിനേക്കാൾ ഉപരിയായി നമ്മുടെ ഓരോരുത്തരുടെയും നിത്യജീവനെ നരകത്തിൽ നിന്ന് ജീവങ്കിലേക്ക് നയിക്കുവാൻ പാപത്തിൽ നിന്നുള്ളതായ വീണ്ടെടുപ്പ്, പാപമോചനം നൽകിത്തന്ന് നമ്മുടെ പരിശുദ്ധനായ ദൈവം ഈ ലോകത്തേക്ക് ഇറങ്ങി വന്ന് തൻ്റെ അവസാനത്തുള്ള രക്തം വരെയും സകല മാനവകുലത്തിനും വേണ്ടി ഒഴുക്കിത്തരുവാനിടയായി തീർന്നു. ആ തിരുരക്തത്താൽ നമ്മുടെ സകല പാപങ്ങളും കഴുകപ്പെടുമ്പോൾ തന്നെ അവൻ നമ്മുടെ സകല രോഗങ്ങൾക്കും മതിയായവനാണ് എന്നുള്ളതായ ആ ഒരു അനുഭവം എല്ലാവരുടെയും വലിയൊരു സാക്ഷ്യമാണ്. സ്തോത്രം. തീർച്ചയായിട്ടും പ്രിയ ബെൻസി സിസ്റ്ററുടെ ജീവിതത്തിൽ പാപമോചനം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലഭിച്ചപ്പോൾ തന്നെ തൻ്റെ രോഗങ്ങൾക്കുള്ള സൗഖ്യവും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുവാനിടയായി തീർന്നു. ആ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. അവസരങ്ങളെ അതിനുവേണ്ടി കണ്ടെത്തുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ ദാസിയെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സാക്ഷ്യം അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകർ പലരുടെയും ജീവിതത്തിലൂടെ അനുഭവിക്കുന്ന കടന്നുപോയിട്ടുള്ള നിരവധി പ്രശ്നങ്ങളുടെ നടുവിൽ, രോഗങ്ങളുടെ നടുവിൽ ഒക്കെ നമുക്ക് കർത്താവിനെ കണ്ടുമുട്ടുവാനും അടുത്തറിയുവാനും കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിക്കുവാനും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെ വിനിയോഗിക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവസ്നേഹ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. കർത്താവെ, ഞാനിതാ എന്നെ അങ്ങയുടെ മുൻപാകെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ള അവസ്ഥ ഉള്ളതുപോലെ അറിയുന്ന ഉന്നതനായവൻ്റെ മുൻപാകെ നമ്മുടെ കണ്ണുകളെയും ഹൃദയങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ബെൻസി സഹോദരി അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കും. കർത്താവേ, നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, ആ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതോർത്ത് സ്തോത്രം. ക്രൂശിന്റെ ചൂട്ടിൽ ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ, പ്രത്യേകാൽ കർത്താവെ അരോമ ടി വി സ്തോത്രം ചാനൽ മുഖേന
കർത്താവിന്റെ സന്നിധിയിൽ ഒരു സാക്ഷിയായി തീരുവാൻ കർത്താവ് എന്റെ ജീവിതത്തിലും ഭാഗ്യം ഒരുക്കി തന്നോർത്ത് സ്തോത്രം. കർത്താവെ ഈ പ്രിയ കർത്താവ് ദാസനെയും കർത്താവെ ഈ ടീമംഗങ്ങളെയും പ്രത്യേക എല്ലാ പ്രിയപ്പെട്ട ദൈവകാര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവെ നിന്റെ വലിയ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്തദാസനെ ഏൽപ്പിക്കുന്നു. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ തന്റെ ദാസനെ കുടുംബത്തെയും അധികാരത്തോടെ എടുത്തുവയ്ക്കുന്നതിനായി സ്തോത്രം. ആയിരിക്കുന്ന ദേശത്ത് കർത്താവിന്റെ വില ശക്തിയോടെ എടുത്തുവയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്കൊരു ആശ്വാസമായി, അനേകർക്കൊരു വിടുതലായി കർത്താവെ ആമേ ദൈവത്തിന്റെ ആത്മാവ് തന്റെ ദാസനെ എടുത്തുവയ്ക്കുമാറാകണമേ. അനേക പ്രിയ ദൈവജനങ്ങൾ കർത്താവെ കർത്താവിൽ നിന്ന് വിടുതലുകൾ പ്രാപിച്ച അനേക പ്രിയപ്പെട്ടവർ ഈ ചാനലിൽ വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവെ അതനേകർ ജീവിതത്തിന് വിടുതലാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ നാമം ഉയർത്തിപ്പിടിക്കാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കും. ഞങ്ങളുടേതായ സ്വയം പുകഴ്ചയ്ക്കല്ലപ്പാ, ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവെ ഏഴയ്ക്കും കർത്താവെ നിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് എന്നെ വിടുവിച്ച വിധങ്ങളെ ഓർത്ത് എനിക്ക് തന്ന സൗഖ്യത്തെ സാക്ഷീകരിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവെ ഇന്ന് പകൽക്കാലം ആമൻ പറഞ്ഞതായ ഓരോ വാക്കുകളും അവൻ അനേക പ്രിയപ്പെട്ടവർ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വിടുതലാക്കി തീർക്കണമേ, സൗഖ്യമാക്കി തീർക്കണം. ആരെങ്കിലും ഈ ജീവിതാനുഭവങ്ങളിലൂടെ കഷ്ടതയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഈ സാക്ഷ്യം അവരുടെ ജീവിതത്തിൽ വിടുതലാക്കി തീർക്കണമപ്പ, സൗഖ്യമാക്കി തീർക്കണം. യേശുവിന്റെ രക്തത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ വിടുതലുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ പാപമോചനമുണ്ടല്ലോ. ഇന്ന് പകൽക്കാലം ആ യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ നിന്റെ ജനത്തെ എല്ലാം മറക്കണമെന്ന് പ്രാർത്ഥന. ഏഴയുടെ സാക്ഷ്യം അനേകർക്ക് ഒരു ആശ്വാസമായി തീരട്ടെ, അനേകർക്ക് കർത്താവെ പ്രയോജനമായി തീരട്ടെ, കർത്താവ് വിടുതലായി തീരട്ടെ, അനേകരുടെ ദുഃഖങ്ങൾക്ക് കർത്താവെ ആശ്വാസമായി തീരട്ടെ. കർത്താവെ നീ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ആമൻ ഈ മാധ്യമ പ്രവർത്തനത്തിനായി സ്തോത്രം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും അനേകർ കടന്നു വന്ന് കർത്താവിനെ സാക്ഷീകരിപ്പാൻ സ്വർഗ്ഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം വലിയ ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, മറുപടി ചെയ്ത് കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ആമേൻ, 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 ആമേൻ. സ്തോത്രം. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ചും രോഗസൗഖ്യത്തെക്കുറിച്ചും ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ച പ്രിയ ബെൻസിസിനുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് സൗഖ്യ ആരോഗ്യം ദീർഘായുസ്സം തന്ന് കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടും നല്ല സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് പിന്നെ അവസരങ്ങൾ ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹവിതരണത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ടവരുടെ ദൈവനാമം മഹിമപ്പെടട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com